ഹായ്. ഹലോ, കളിച്ചില്ലേ? ഇല്ല, ഇപ്പൊ വന്നേ ഉള്ളൂ. ശരി. അബ്ദുൽക്കാദർ. പതുക്കെ. കുഴി. ഏതാ ഈ M5? ഏതാ? എത്രയായി? 20, 15, 35, 35, 15, 52. 52? സ്റ്റേഷനിൽ ഇതുവരെ എത്രയാ ദൂരം? അതൊരു 2, 3, 5 കിലോ. 5 കിലോ? 52 ഏതായാലും തരാൻ പോകുന്നില്ല. ശരിക്കും എത്ര വേണോന്ന് പറ. നിങ്ങളെ സീൻ ഉണ്ടാക്കല്ലേ, പോയിട്ട് വേറെ ഓട്ടോ ഉള്ളതാ. ഓടണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഓ കളിക്കാതെ കാശെടു വെച്ചേ, പോട്ടെ. അല്ല അതെ, നമുക്കിതൊന്ന് സോൾവ് ചെയ്യണല്ലോ. എന്താ പ്രശ്നം? സ്റ്റേഷനിൽ നിന്ന് ഇതുവരെ വന്നിട്ട് ഞാൻ പറഞ്ഞ വാടക കൊള്ളാണ് ഇവര്. അതിപ്പോ പെട്രോളിന് എന്താ വില അല്ലേ? പിന്നല്ലാതെ. എന്താ വില? തന്റെ ആർക്കെങ്കിലും പെട്രോൾ കച്ചവടം ഉണ്ടോ? പോടാ. തനിക്ക് ശരിക്കും വേണ്ട കാശ് എത്രയാ അത് പറ. ഒരു 40 എടുത്തേ. അയ്യോ, അത് തീരെ കുറഞ്ഞു പോയല്ലോ. 25 ഉണ്ട്. എണ്ണാൻ അറിയാലോ. കേറുമ്പോ എന്തൊരു ഡീസന്റ് ആയിരുന്നു. കാശ് ചോദിക്കുമ്പോ അവിടെ തുടങ്ങി 5 രൂപ. തള്ളണോ? ടിങ്കു, ഇത് ശരിയാക്കി കൊടുക്ക. പോടാ. ഈസി. അപ്പൊ പോടാ. കൊള്ളാമല്ലോടാ. ആ സിംഗപ്പൂർ സിംഗാരനോ സാപ്പാട് മദാമയ്ക്കോ പുതിയൊരു ഇര കിട്ടിയെന്നാ തോന്നുന്നു. ഡാർലിംഗ്, നിങ്ങൾ എന്തെടുക്ക അവിടെ? പ്ലീസ് ഒന്ന് നോക്കുന്നേ. ആ കേണൽ പണിക്കൽ ഉച്ചയ്ക്ക് പമ്മി വരുന്നത് കണ്ടപ്പോഴേ ഞാൻ കരുതിയതാ ഇന്ന് എന്തെങ്കിലും ഓസിൽ ഒപ്പിച്ചിട്ടുണ്ടെന്ന്. ചുമ്മാ കിട്ടിയ കുന്തോ മിഴിക്കോളൂ. മിസ്സസ് ഭവാനി കുഞ്ഞമ്മ, ഇത് മിസ്റ്റർ മാധവൻ ഉണ്ണിത്താൻ, ശരിയല്ലേ? ആന്റി എന്താ ഇങ്ങനെ നോക്കുന്നേ? എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരാളെ? എന്തെങ്കിലും അങ്കിളിനെ വിളിച്ചിരുന്നില്ലേ ഇന്നലെ മിസ്റ്റർ ശേഖരമേനോൻ? ഓ എന്റെ ഭവാനി, ഇതാരാ വന്നിരിക്കുന്ന അറിയോ? സാക്ഷാൽ ലക്ഷ്മി. ലക്ഷ്മിയല്ല, നിമ്മി.
നിർമ്മല മേനോൻ. മോള് വന്നാട്ടെ. കമോൺ. യെസ് കമോൺ. മോള് നെക്സ്റ്റ് വീക്കിലേ വരുള്ളൂ എന്നാ ഞങ്ങൾ കരുതിയത്. യെസ്, ഫോൺ ചെയ്ത് താമസ സൗകര്യം ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞപ്പോഴും ഇത്ര പെട്ടെന്നെങ്കിൽ വരുമെന്ന് ശേഖരൻകുട്ടി പറഞ്ഞില്ല. എല്ലാം പെട്ടെന്നായിരുന്നു. ഇതെന്താ? അത് ഓരോരോ പാചകക്കുറിപ്പുകളാ. എപ്പോഴെങ്കിലും പ്രിപ്പയർ ചെയ്യേണ്ടി വരുമ്പോ ഒരു ഹെൽപ്പ് ആവുമല്ലോ എന്ന് കരുതി കട്ട് ചെയ്ത് വെക്കുന്നതാ. ഇനി ആവാം, മോള് വന്നൂലോ. ഓരോ ദിവസം ഓരോ ഐറ്റംസ് തന്നെ. പെട്ടി സാധനങ്ങളൊക്കെ ആ മുറിയിലോട്ട് വെച്ചോളൂ. വരും മോളെ. ആ ബാഗ് കൂടി എടുത്തോണ്ട് വരൂ ഡാലി. ശരി ശരി. ഇതിനു മുമ്പ് ഇവിടെ സ്റ്റേ ചെയ്തിരുന്ന പെണ്ണിന്റെ പണിയാ, ഒരു മാഡ് ഗേൾ. ഇതൊക്കെ നമുക്കങ്ങ് മാറ്റണമല്ലോ. എനിക്ക് കുറെ കൂടി സീരിയസ് ആയ മാഡ്നസ് ഉള്ളത്. ഏയ് മോൾ അങ്ങനെയൊന്നുമില്ല, കണ്ടറിഞ്ഞൂടെ. ആന്റി, ഭയങ്കര വിശപ്പ്. എന്താ ഉള്ളത് കഴിക്കാൻ? അയ്യോ, മോക്കിപ്പോ എന്താ തരിക? ഫ്രിഡ്ജിൽ എന്ത് ഡിഷാ ഉള്ളതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ശരി ആന്റി, ഞാനൊന്ന് ഫ്രഷ് ആയിക്കോട്ടെ. ഓക്കെ. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടെ ക്യാച്ച് എടുത്ത മഹാൻ ആരാണെന്ന് അറിയാമോ? നീ ആയിരിക്കും. അല്ല, പിന്നെ ആരാ? എന്നെ പോലെ മറ്റൊരു മഹാൻ. പോടാ. നീ ബാറ്റിംഗ് പോയി ഫീൽഡ്. ഓ, ഇനി ഞാനില്ല, നിങ്ങൾ കളിച്ചോ. കണ്ണീട്ടിന് അമ്മ വിളിക്കുന്നു, വന്ന് പഠിക്കാൻ. നീ അങ്ങ് ചെല്ല്, ഞാൻ വന്നേക്കാം. അച്ഛൻ പറഞ്ഞ ഞാൻ പറഞ്ഞു കൊടുക്കാം. നീ പോടി സ്ലീപ്പിംഗ് പൊട്ടി. നീ പോയി ഫീൽഡ് കയറാ. പോടാ. ഷാഹുൽ ആ പെണ്ണിനെ കണ്ടപ്പോഴേ ഫ്ലാറ്റ്. ആ, അത് തന്നെ കാര്യം. കണ്ട വഴിക്ക് അവന്റെ ഒരു ലൈനടി. അതൊന്നല്ല, ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടൊന്ന് നോക്കിയെന്നേ ഉള്ളൂ. വലിയ നോട്ടൊന്നും വേണ്ട അല്ലേ? ഷാർജ കപ്പ് ഇത്ര വേഗം കഴിഞ്ഞോ? മനോരേട്ടൻ എവിടെ ആയിരുന്നു ഇത്രയും നേരം? ലൈബ്രറിയില്. അടുത്ത ആഴ്ച ടെസ്റ്റ് ഉണ്ട്. ആ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മില് മനോരാട്ടം കളിക്കുന്നുണ്ടല്ലേ? ദേ, ഒരാള് വന്നിരിക്കുന്നു. ആരെ? ചെത്തു പാർട്ടിയാ. എന്നെ കഴിച്ചെത്താണോ? ചെന്നു നോക്ക്. ഇനി മനോരേട്ടന് കുശാലായി. എവിടെയായിരുന്നടാ എത്ര നേരം? അയ്യോ അമ്മ, ലൈബ്രറിയില്. അടുത്ത ആഴ്ച ഒരു ഇന്റർവ്യൂ ഉണ്ട്. പോടാ. ആ തെർമോപോൾസൺ കമ്പനിയല്ലേ അമ്മേ? എം ജി റോഡിലെ 8 നിലയുള്ള കെട്ടണം. ഇത്തവണ കിട്ടുന്നത് ഉറപ്പാ. ഓ പിന്നെ, നീ ഇപ്പൊ IAS പഠിച്ചിട്ട് ഇരിക്കുവല്ലേ? വല്ലവരും വിളിച്ചങ്ങ് ജോലി തരാൻ. ഇങ്ങനെ തെണ്ടി അടക്കുന്ന സമയം കൊണ്ട് ആ പ്രീഡിഗ്രി എങ്കിലും ചാടിക്കിടക്കാൻ നോക്കെന്റെ മനോഹര. അമ്മ ഇങ്ങോട്ട് പുറത്തെ തണുത്ത കാറ്റായിപ്പോ. വേണ്ട. ശേഖരമേനോന്റെ അതേ മുഖം, അതേ മൂക്ക്. എവിടുന്നാ നമ്മൾ ഒടുവിൽ കണ്ടത്? നിനക്ക് ഓർമ്മയുണ്ട് ഭവാനി? ലാസ്റ്റ് ടൈമില് സിംഗപ്പൂരിൽ നിന്ന് വരുമ്പോഴായിരിക്കും ഫ്ലൈറ്റില്. ആ ശബ്ദത്തിന് പോലും ഒരു മാറ്റമില്ല. എനിക്ക് കേട്ടപ്പോഴേ മനസ്സിലായി, ആ പഴയ ശേഖരമേനോൻ തന്നെ. ഹലോ. ആ, 1 മിനിറ്റ്. മോക്ക ഫോൺ. ഹലോ. താങ്ക് യു. ആ, ദാ ഇപ്പോ ഒരു അരമണിക്കൂറായി. ഇല്ല, വിഷമമൊന്നും ഉണ്ടായില്ല. യെസ്. ആ, ശേഖരമേനോൻ, ഞാനിവിടെ കേടുപാടൊന്നും കൂടാതെ എത്തിയോന്നറിയാൻ. എനിക്ക് അപ്പോഴേ തോന്നി. എന്നാലും ആ ശബ്ദത്തിന് ചെറിയൊരു വ്യത്യാസം പോലെ. ജലദോഷമായിരിക്കും അല്ലേ? അതിപ്പോ അങ്കിള് നല്ല ഫോമിലായതുകൊണ്ടാ. സ്വല്പം വീശിയല്ലേ? സിംഗപ്പൂരിൽ നിന്ന് കൂടെ വന്ന ഓരോരോ ഹാബിറ്റേ. പക്ഷെ എപ്പോഴും ഇല്ല കേട്ടോ, വല്ലപ്പോഴും ഇത്തിരി. അതും എന്നോട് ചോദിച്ചിട്ട്. റിയലി? യെസ്, ഭവാനി പറഞ്ഞത് നേരെ തന്നെയാ. ആ കേണൽ പണിക്കര് മിലിറ്ററി കോട്ട കൊണ്ടുവരുമ്പോ ഏതായാലും ഇനി ഞാനൊരു പിടുത്തം പിടിക്കും. സന്ധ്യക്ക് കുളിച്ച് കുറിയൊക്കെ തൊട്ട് നാമവും ജപിച്ച് അങ്ങനെയൊക്കെ ആവും ഇവിടെ അങ്കിളും ആന്റി എന്നാ ഞാൻ കരുതിയത്. അയ്യോ, അങ്ങനെ തന്നെയാണെന്നേ. ഇതിപ്പോ അങ്കിളിന്റെ ഒരു തമാശക്ക്. വൺ പെഗ്. ഡാർലിംഗ്, ചെന്ന് കുളിച്ച് വേഷമൊക്കെ ഒന്ന് മാറി ഒന്ന് ഫ്രഷ് ആയി വന്നാട്ടെ. ഓ, ആ സമയത്ത് കുളിക്കാനൊക്കെ ഡാർലിംഗ്. ആന്റി പറഞ്ഞതല്ലേ, ബി റെഡി അങ്കിൾ. ദീപം ദീപം ദീപം. ഇങ്ങോട്ട് വെക്കൂ, ഇങ്ങോട്ട് വെക്കൂ. പഴയകാല ഓർമ്മ വരുന്നത്. നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്ന് തോന്നുന്നു തന്നെ ഇപ്പോഴൊക്കെയാ. സിറ്റിയിലെ പഠിത്തവും അവിടുത്തെ ഒരു ബഹളവും ഒക്കെ ചേർന്നപ്പോ പഴയതെല്ലാം അങ്ങ് ഒഴുകിപ്പോയി. ഓർമ്മകളെ ഉള്ളു ഇപ്പൊ മനസ്സില്. മുത്തശ്ശി ഉണ്ടായിരുന്നപ്പോ കാവില് ദീപാരാധന തൊഴാൻ മുടങ്ങാതെ പോകുമായിരുന്നു. ഇവിടെ അടുത്ത് എവിടെയാ ആന്റി അമ്പലം ഉള്ളത്? അത് ഇവിടിപ്പോ ഇവിടുന്ന് ഒരു 2 മൈൽ പോയാൽ ശിവന്റെ ഒരു അമ്പലമുണ്ട്. അതും സാക്ഷാൽ പരമശിവൻ. പരമശിവനായാലും ഭഗവതി ആയാലും ദൈവമായിട്ട് ഒരാളേ ഉള്ളൂ. ഞാൻ ഞായറാഴ്ചകളിൽ ചർച്ചിൽ പോയി പ്രാർത്ഥിക്കുമ്പോഴും ആ ഒരൊറ്റ ദൈവത്തെ മാത്രമേ കാണാറുള്ളൂ.
അങ്കിളിന് എന്താ സംശയം? 10,000 ദൈവമൊന്നുമില്ല. മനസ്സിൽ കൂടിയിരിക്കുന്നത് ഒരേ ഒരു ദൈവമുള്ളൂ. ആന്റി, ഇതേതാ കക്ഷി? ഇയാൾ എവിടേക്കാ സിനിമാ സ്റ്റൈലിൽ ഈ ത്രിസന്ധിക്ക്? ഓ, അതൊരു എക്സെൻട്രിക് കേസാ. വായി നോക്കി. തോട്ടങ്ങി അവന്റെ ഒരു വെള്ളത്തില്. ഭവാനി, നിമ്മി മോളെ കൊണ്ട് അകത്തേക്ക് പോകും. മോൾ ഇങ്ങനത്ത് വരൂ. കമ്മിങ് ഡാർലിംഗ്. യെസ്. ഗുഡ് മോർണിംഗ്. താമസിച്ചോടാ. ആ സ്ലീപ്പിംഗ് ബ്യൂട്ടി ഇനി ഒരുങ്ങിയില്ലേ? അവൾ റെഡി ആവുന്നു. ടിങ്കുവിനെയും കാണുന്നില്ലല്ലോ. ഇന്നലത്തെ ഹോംവർക്ക് ഒക്കെ എന്ത് ഈസിയാലേ. മൈ ജീസസ്, ഹോംവർക്കോ? എന്റെ ജിജോ, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ഏറി വന്നാ 10 അടിയും 101 ഇമ്പോസിഷനും, അത്രയല്ലേ ഉള്ളൂ. അടി കൊള്ളാൻ ഒരു ധൈര്യമൊക്കെ വേണോടാ. പക്ഷേ എനിക്ക് ആ ധൈര്യം ഇല്ലാത്തോണ്ട് ഞാൻ ഓർത്തങ്ങ് ചെയ്തു. സിമ്പിൾ. ഞാനിപ്പോ കണ്ടേച്ചു വരിക. ആരെ? ആ ചെത്തു പാർട്ടിയെ ആക്കല്ലേ. നീ ഇന്നലെ സന്ധ്യയ്ക്ക് തൊട്ട് അവിടെ ആയിരുന്നോ? വായി നോക്കി. ഇപ്പത് ഒരു ഓട്ടോയിൽ അങ്ങോട്ട് പോയി. ഞാനൊന്ന് ചിരിച്ചു. അപ്പന്നെ നോക്കിയ ലൈനടി. ഞാൻ അങ്ങോട്ട് വീണു പോയി മൈ ഫ്രണ്ട്സ്. ആഹാ, മാർവലസ്. പുളു, വെറും പുളു. നീ കണ്ടിട്ടുമില്ല, അവൾ ലൈൻ അടിച്ചിട്ടുമില്ല. പുളു എങ്ങി പുളു. മഞ്ജു വാ പോവാം. ടിങ്കു, നീ ഹോംവർക്ക് ചെയ്തോ? എന്ത് ഹോംവർക്ക്? ഒന്ന് ചുമ്മാ ഇടാ. അപ്പൊ നമ്മുടെ മെക്കാനിക്കും ചെയ്തിട്ടില്ല. ഗംഭീരമായിരിക്കും. ഇന്ന് ട്യൂസ്ഡേ അല്ലേ? ഫാദർ പവോലിയോസിന് വട്ടുകൂടുന്ന ദിവസമാ. നല്ല രസമായിരിക്കും. രണ്ടാൾക്കും ഡോസ് കിട്ടുന്ന കാണാൻ. നീ പഠിക്കണ്ടടാ, ഞാനല്ലേ. അതാ എനിക്ക് പേടി. അവന്റെ ആന്റി മസ്കറ്റിൽ നിന്ന് കൊണ്ടുവന്നതാ. ഇന്നവന്റെ ബർത്ത്ഡേ ഒന്നുമല്ല. നീ അപ്പൊ ആരാണ്ട് സോപ്പ് ആൻഡ് സീറ്റ്സ് ഒക്കെ വാങ്ങിച്ചോണ്ട് വന്നിരിക്കുവാ അല്ലടാ? എനിക്ക് പാരി സോപ്പിടൊന്നും വേണ്ട. ദാ നീ എടുത്തോ. അയ്യോ, ഒന്ന് നിർത്ത്. ഇതെന്തോന്ന് ബഹളം? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അന്നമ്മ ടീച്ചർക്ക് 9C അല്ലേ? 8Cയിൽ അറ്റൻഡൻസ് എടുക്കുമ്പോഴേക്ക് വന്നേക്കാമെന്ന് ഫാദർ പറഞ്ഞു. അപ്പൊ ശരി. സയൻസ് ടീച്ചർ പ്രസവിക്കാൻ പോയി, ആ ഒഴിവ് അങ്ങനെ കിടക്കുക. ഹിന്ദി ടീച്ചർ പ്രസവിക്കാൻ പോയി, ആ ഒഴിവും അങ്ങനെ കിടക്കുക. എന്നിട്ട് ആ ഒഴിവിലേക്ക് കയറി വരണതോ മ്യൂസിക് ടീച്ചർ. ഇന്ന് കാലത്ത് ബിഷപ്പ് ഹൗസിൽ നിന്ന് ഫോൺ ചെയ്ത് പറഞ്ഞപ്പോഴാ ഇങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റിന്റെ കാര്യം ഞാൻ അറിഞ്ഞത്. ഈ സൈക്കോളജി ഒക്കെ മിസ് നിർമ്മലയോട് പറഞ്ഞിട്ട് എന്തിനാ? അപ്പൊ എന്താ എടുക്കണേന്ന് പറഞ്ഞത്? ഹിസ്റ്ററി അല്ല, പാട്ട്. പാട്ടിനും കൂത്തിനും ഒക്കെ ധാരാളം സർട്ടിഫിക്കറ്റ്സ് ഉണ്ടല്ലോ. അപ്പോ ഇന്നോട്ട് തന്നെ തുടങ്ങല്ലേ അഭ്യാസങ്ങളൊക്കെ? സുപ്രഭാതം വെച്ചോ. ആ, രാഘവ മാഷോ, ഇന്നും ലേറ്റ് ആയിട്ടാണല്ലോ. ആ മാഷേ, ഓ, ഇത് പുതിയ ടീച്ചറാ, മ്യൂസിക്, മിസ് നിർമ്മല മേനോൻ. നമസ്കാരം. ഞാൻ പണിക്കര് മാഷ്, PV രാഘവ പണിക്കർ. 20 കൊല്ലമായിട്ട് ഇവിടെ ക്ലാസ് എടുത്തോണ്ടിരിക്കുക. മലയാളം വിദ്വാനാ. എന്താ മാഷ് പോണില്ലേ? എന്താ ചെയ്യ, ഓരോരോ വിധികള് അല്ലേ? ലീവ് വേക്കൻസിയിൽ ആരും വന്നില്ലേലും നമുക്ക് അങ്ങോട്ട് മാനേജ് ചെയ്യാം. മിസ് ഈ പാട്ടൊക്കെ പഠിപ്പിക്കുന്നതിന്റെ ഇടയില് ക്ലാസ്സുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ആ 8Cയിൽ അറ്റൻഡൻസ് എടുക്കാൻ ഞാൻ ഒരാളെ വിട്ടിട്ടുണ്ട്. അവിടെ ഇപ്പൊ തന്നെ ചെന്ന് GK തുടങ്ങിക്കോളൂ. ഈ GK എന്ന് വെച്ചാ അറിയില്ലല്ലേ? ഓ, ഫ്രഷ് അപ്പോയിന്റ്മെന്റ് അല്ലേ? ജനറൽ നോളജ്. ഇങ്ങനെ നമ്മക്കിടയിലുള്ള കൊച്ചു വർത്തമാനങ്ങളൊക്കെ. ഈ മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ ഭാര്യയുടെ പേരെന്താ? അലക്സാണ്ടർ ചക്രവർത്തി കേരളത്തിൽ വന്നപ്പം മരച്ചീനിയുടെ തറവില എന്ത്? എണ്ണക്കുരുക്കളിൽ ചെറിയ കുരു ഏത്? അങ്ങനെ ഇഷ്ടമുള്ളതൊക്കെ പറയാന്നേ. അത് തന്നെ GK.
മനസ്സിലായി. ഞാൻ തന്നെ നിർമ്മല മിസ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. കം കം പ്ലീസ് കം. നമ്പർ 34 ഷാഹുൽ ഹമീദ്. പ്രസന്റ് ടീച്ചർ. നമ്പർ 35 ഷർമി ജെ. പ്രസന്റ് ടീച്ചർ. നമ്പർ 36 ടിങ്കു ജെയിംസ്. യെസ് സ്പീക്കിംഗ്. എന്താ അവിടെ? വാട്ട്സ് ഹാപ്പനിങ്? യു സ്റ്റാൻഡ് അപ്പ്. എന്താ കയ്യില് കാണട്ടെ? ടിങ്കുവിന്റെ ബർത്ത്ഡേ ആണ്. അതാ കാര്യല്ലേ? ഇങ്ങതാ, ഇതൊക്കെ ക്ലാസ് കഴിഞ്ഞ് കൊടുത്താൽ മതി. ഇങ്ങോട്ട് വാ. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. അറ്റൻഡൻസ് ഒക്കെ എടുത്തില്ലേ ടീച്ചറെ? എന്നാ വേഗം പോയി ലീവ് എടുത്തോളൂ. ഇത് നിർമ്മല മിസ്, നിങ്ങളെ ഡാൻസും മ്യൂസിക്കും പഠിപ്പിക്കുന്ന ടീച്ചർ. മൈ ഡിയർ സ്റ്റുഡന്റ്, ഇവിടെ എന്താ ചിരിക്കണ്ടേ? യു സ്റ്റാൻഡ് അപ്പ്. എത്ര കാലമായി തുടങ്ങിയിട്ട്? ഇക്കണക്കിന് പോയ സഡേറ്റീവ്സ് തരേണ്ടി വരുമല്ലോ. ഭ്രാന്തായ എന്താ ചെയ്യ? ഏതാണ്ട് പകുതി കുട്ടികൾക്കും ഭ്രാന്ത. ഇന്ന് നിർമ്മല മിസ് നിങ്ങൾക്ക് ജീക്കെടുക്കും. ഞാൻ ഇന്നലെ തന്ന ഹോംവർക്കൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, അതൊക്കെ മിസ്സിനെ കാണിക്കാൻ. പാടാൻ താല്പര്യമുള്ള കുട്ടികളെ മിസ് ഡാൻസ് പഠിപ്പിക്കും. ആടാൻ താല്പര്യമുള്ള കുട്ടികളെ മിസ് മ്യൂസിക് പഠിപ്പിക്കും. ഒറ്റയാളാണ് ഇറങ്ങരുത്. എന്റെ സ്വഭാവം നിങ്ങൾക്കറിയാലോ. കർത്താവിനെ മനസ്സിൽ വിചാരിച്ച് ടീച്ചർ ആദ്യത്തെ സ്റ്റെപ്പ് ചവിട്ടി പോകും. ഇതിപ്പോ പൊട്ടിപ്പോവും. നിങ്ങൾ ഇങ്ങനെ ശ്വാസം പിടിച്ചോണ്ടിരുന്നാൽ എങ്ങനെയാ? ഫാദർ മിണ്ടരുതെന്ന് പറഞ്ഞെന്ന് വെച്ച് എപ്പോഴും ഇങ്ങനെ അടക്കി പിടിച്ചോണ്ടിരിക്കാൻ പറ്റുമോ? അല്ല, ഭ്രാന്തന്മാരും ചട്ടമ്പികളും ഒക്കെ ഉണ്ടോ ഈ ക്ലാസ്സിൽ? ചിലരെയൊക്കെ എനിക്ക് ചെറിയ പരിചയമുണ്ട്, പക്ഷെ എല്ലാരെയും ഒന്നും അറിയില്ല. അറ്റൻഡൻസ് ഞാൻ എടുക്കാത്തോണ്ട് ആരുടെയും പേര് പറഞ്ഞുകൂടാ. ഇനിയും സമയമുണ്ടല്ലോ. ആരുടെ ഈ ബോക്സ്? സ്വീറ്റ്സ് അല്ലേ? പുതിയ ടീച്ചർ വരുന്നു എങ്ങനെ അറിഞ്ഞു? മോശമല്ലല്ലോ നിങ്ങള്. അത് ഫാദറിന്റെയാ. ഫാദർ വന്നപ്പോ മറന്നു വെച്ചതാ. ഈ പ്രായത്തിലാ മുട്ടായി കൊതി. കൊള്ളാം. ദാ ഇത് ഫാദറിന് കൊടുത്തേക്കൂ. ഇവിടെ വെച്ചിട്ട് പോയതാ. വലിയ മറവിക്കാരനാ. എന്താ? മിഠായി പെട്ടി ക്ലാസ്സിൽ മറന്നു വെച്ചായിരുന്നു അല്ലേ? താൻ പോയിക്കോ, ഞാൻ വിളിക്കുമ്പോ വന്നാ മതി. ശരി അച്ചു. പിള്ളേരുടെ വിളച്ചിലിച്ചിരി കൂടുന്നുണ്ട് എന്ന് വെച്ച് നമുക്ക് നിങ്ങളെ കെട്ടിയിട്ട് പഠിപ്പിക്കാൻ പറ്റുമോ? രാഘവമാഷ പറയുന്നതാ അതിന്റെ ഒരു നേര്. കുട്ടികൾ നന്നാവണമെങ്കിൽ ആദ്യം തന്റെയും തള്ളിയും നന്നാവണം. ഇപ്പൊ ഇത് സർക്കാർ സ്കൂളിനേക്കാളും കഷ്ടമായി. ഇമ്പോസിഷനും അടിയൊന്നും പിള്ളേർക്ക് ഒരു പേടിയില്ല. നിങ്ങൾ ഈ പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല. പഠിപ്പിക്കുന്നവര് നന്നാവണം. മുമ്പൊക്കെ ഗുരുജനങ്ങളെന്ന് വെച്ചാൽ ഒരു ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോ എങ്ങനെ പോയി എന്നാ വിശാലാക്ഷി ടീച്ചർ പറയണത്? ചമഞ്ഞൊരുങ്ങി പിള്ളേരുടെ മുമ്പിൽ ചെന്ന് നിന്നാ കിട്ടുന്നതാണ് ഈ ബഹുമാനമെങ്കില്. ഇനിയിപ്പൊ എനിക്ക് വേണ്ട, വയസ്സായി. ഞാൻ മാഷോടല്ല പറഞ്ഞത്. മാഷയുടെ അഭിപ്രായം ഞാൻ ചോദിച്ചില്ല. ഞാനൊരു സത്യം പറഞ്ഞു എന്ന് വെച്ച് വിശാലാക്ഷം കിടന്ന് ചാടുവൊന്നും വേണ്ട. മാഷ പോലെ ഡൈ ചെയ്ത് മുടി കറുപ്പിക്കേണ്ട ഗതികേട് ഇപ്പോ എനിക്ക് വന്നിട്ടില്ല. ഞാൻ ചമയുന്നുണ്ടെങ്കിലേ അത് എന്റെ ചെലവില. അതാ അപ്പൊ നന്നായ. ടീച്ചർ എവിടെ പോയിരുന്നു? ഉച്ചയൊന്നും കണ്ടില്ല? ക്യാൻറ്റീനിൽ കഴിച്ചു. അതെയോ? ഞങ്ങളിതേ ഇവിടെ കുട്ടികളുടെ ഒരേ വിക്രികളെ കുറിച്ച് പറയായിരുന്നു. എത്ര വർഷമായി ജോയിൻ ചെയ്തിട്ട്? 5 വർഷം. 5 വർഷമോ? രാജി നടന്നോളൂ, ഞാൻ വരാം. ശരി. ഞാൻ വന്നത് ഇയാളെ ഒന്ന് കൺഗ്രാചുലേറ്റ് ചെയ്യാനാ. ഇയാളെ തന്നെ. മുഖമൊന്ന് ഉയർത്തിക്കേ.
കുട്ടിക്കളിയാവാം, പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം. ഫാദർ എന്താ പറഞ്ഞെന്നറിയോ? മേലാൽ ആ പിള്ളേർക്ക് വേണ്ടി എന്റെ അടുത്ത് വന്നേക്കരുതെന്ന്. മനസ്സിലായോ? അതിന് ഞാൻ ഇപ്പോ നിങ്ങൾ ക്ലാസ്സിലെ റാങ്ക് ആരൊക്കെയാന്നാ കേട്ടത്. തെമ്മാടത്തരത്തിനുണ്ടോ ഫസ്റ്റ് റാങ്ക്? സ്കൂളിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ കിടക്കുന്നു. നല്ലൊരു മ്യൂസിക് ട്രൂപ്പ് ഉണ്ടാക്കാം, ഡാൻസ് ട്രൂപ്പ് ഉണ്ടാക്കാം, യൂത്ത് ഫെസ്റ്റിവലിൽ സ്ഥിരം ചാമ്പ്യൻഷിപ്പും വാങ്ങാം. വേണ്ടേ? നോക്ക്, എല്ലാരോടും ആയിട്ടാ പറയുന്നത്. കുരുത്തക്കേടിന് കൂട്ടു നിൽക്കാൻ ഇനി എനിക്ക് കിട്ടില്ല. തോലച്ചു. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇതൊന്നും വേണ്ടാന്ന്. എടാ, ഇങ്ങനെ സംഭവിക്കും ഞാൻ വിചാരിച്ചോ? എന്നാലും ഇത്രയും വേണ്ടായിരുന്നു. നീയും കൂടെ പറഞ്ഞിട്ടല്ലേ ആ ഫാദറിനോട് ചെറിയ ഡോസ്. നമ്മൾ എത്ര കാലമായി പ്ലാൻ ചെയ്യുന്ന. എന്നാലും വന്ന് എത്തിയ ഉടനെ ആ മിസ്സിനെ കൂടെ വേണ്ടായിരുന്നു. നമ്മളോട് വളരെ ഫ്രണ്ട്ലി ആയി വന്നപ്പോ നമ്മൾ ഇങ്ങനെ പെരുമാറിയത് ഏതായാലും നന്നായില്ല. മിസ് പ്രൊട്ടക്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു സ്ഥിതി. ഇനിയിപ്പോ എന്താടാ ചെയ്യുക? നമ്മളൊക്കെ മിസ്സിന്റെ ബാഡ് ലിസ്റ്റിലാവും. ഷുവറാ. ഒരു വഴിയുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കാൻ നീയൊക്കെ റെഡിയാണോ? ഞാൻ ഏതായാലും റെഡി. ഗുഡ് മോർണിംഗ് മിസ്. എവിടെ? അകത്തുണ്ടോ? ആര്? ഇങ്ങോട്ടിപ്പോ വരുന്നില്ലല്ലോ. അകത്ത് കേറ്റുകയില്ല. ഭയങ്കര സാധനങ്ങളാ. കുട്ടി ഏതാ? ഞാൻ മഞ്ജു, കണ്ണന്റെ സിസ്റ്ററാ. ഞാൻ മിസ്സിന് ഒരു സമ്മാനം കൊണ്ടാ വന്നത്. എനിക്കോ? ഒരാള് തന്നു വിട്ടതാ. അതാരാ ഈ ഒരാള്? ശരി, സമ്മാനം എവിടെ? കണ്ണേറ്റൻ തന്നു വിട്ടതാ. ഓ, ആ ചട്ടമ്പികളുടെ വക്കാലത്തുമായിട്ടാ വരവല്ലേ? കൊള്ളാമല്ലോ. എന്താ അവര് പിടിച്ച് തിന്നുവോ? ആ, എന്നിട്ട് എവിടെയാ വാൽമാക്രികള്? അവിടെ നിക്കാ, പാവങ്ങളാ. അയ്യടാ, നീ കൊള്ളാമല്ലോ. ഏട്ടന് പറ്റിയ പെങ്ങള് തന്നെ. നല്ല കുട്ടികളാന്നേ. ആ, ചെന്ന് പറ, ചെയ്ത തെമ്മാടിത്തരത്തിനൊക്കെ എന്റെ വക നല്ല ശിക്ഷയുണ്ടെന്ന്. അങ്ങനെ പെട്ടെന്ന് അങ്ങ് ക്ഷമിക്കാൻ പറ്റുമോ? അവരിങ്ങോട്ട് വിളിക്കട്ടെ? വേണ്ട, ഞാനങ്ങ് വരുന്നു. അയ്യോ, എന്നാ ഞാൻ പോട്ടെ. എന്റെ അമ്മോ. നിമി, വരൂ വരൂ. ഇതുവരെ റെഡി ആയില്ലേ ഭവാനി? നമുക്കിറങ്ങാം. എങ്ങോട്ട്? ഷോപ്പിങ്ങിനല്ലേ? സാധനങ്ങളൊക്കെ അതിന്റേതായ രീതിയിൽ സെലക്ട് ചെയ്യണമെങ്കിൽ ഞാനും കൂടെ വേണം. അയ്യോ, എല്ലാരും കൂടെ പോയാൽ എങ്ങനെയാ? പകല് പോലും കള്ളന്മാരുടെ ശല്യമാ. ഒരു പട്ടി കൂടെ ഇല്ലാത്ത വീടല്ലേ? എല്ലായിടത്തും ഒരു കണ്ണ് വേണേ ഡാർലിങ്. നിമ്മി മോളെ, നിമ്മി മോളെ, ഹരിയ മോളെ. ഞാൻ റെഡി, പോകാം. എനിക്കിത് നല്ല ചേർച്ചയാ, ഇല്ലേ മോളെ? ചന്തേരി സിൽക്കാ. ഇതിന്റെ ഒരു ബോർഡർ അല്ലേ? സൂപ്പർ. ആന്റിക്ക് ഇപ്പൊ ഒരു 20 വയസ്സെങ്കിലും കുറഞ്ഞ പോലെ ഉണ്ട്. റിയലി? അല്ലെങ്കിലും എനിക്ക് എത്രയായിരുന്ന മോടെ വിചാരം? പ്രായമുള്ളവരുടെ കൂടെ നടക്കുമ്പോ എനിക്കും അങ്ങനെ അങ്ങ് തോന്നുന്നതല്ലേ? ഞങ്ങള് തമ്മിൽ 20 വയസ്സിന്റെ വ്യത്യാസം. 20 years. ഇതേ സംസാരിച്ച് നിൽക്കാതെ വേഗം ഇറങ്ങിക്കോളൂ ഭവാനി. ഇപ്പൊ തന്നെ നേരെ ഒരുപാടായി. സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ എടുത്തിട്ടില്ലേ നിമ്മോളെ? അല്ല, അങ്കിള് വരുന്നില്ലേ? ഷോപ്പിങ്ങിന് ലേഡീസ് ആണ് കറക്റ്റ്. ആ വാതിലൊക്കെ അടച്ചേക്കണേ. കണ്ണ് തെറ്റി അകത്ത് കയറുന്ന കുറെ കള്ളക്കൂട്ടങ്ങളില്ലേ പുറത്ത്? വാ മോളെ. ഷുവർ ഷുവർ. ഈ വായി നോക്കിയ കാര്യം. ഹായ് മിസ്. ആഹാ, എവിടെയാ തെമ്മാടികള്? ദേ കാണട്ടെ കാണട്ടെ, എല്ലാരും ഒന്ന് ശരിക്ക് കാണട്ടെ. നീ വാ മോളെ. എന്തൊക്കെയാ പുതിയ ഓപ്പറേഷൻ? ഞങ്ങള് വെറുതെ. അങ്ങനെ വെറുതെ എന്നാ പറ്റില്ലല്ലോ. നടക്ക് നിമ്മി മോളെ. ഈ പിള്ളേരോട് കിന്നാരം പറഞ്ഞോണ്ട് നിന്ന. അവരും കൂടെ വന്നോട്ടെ ആന്റി. സാധനമൊക്കെ എടുക്കാൻ ആള് വേണ്ടേ? മോക്ക് ഇവന്മാരെ ക്ലിയർ ആയിട്ട് അറിഞ്ഞുകൂടാത്തോണ്ടാ. ദേ,
കുഴപ്പമുണ്ടാക്കുവോ? ആന്റി പറയുന്ന ഒക്കെ അനുസരിച്ചോണം. അതിങ്ങ് തന്നേരാ ആന്റി. മാറി നിൽക്കേക്ക, ഡിസ്റ്റർബ് ചെയ്യാതെ. നിങ്ങളൊക്കെ ചേർന്ന് ആന്റിക്ക് ഒരിക്കലും സ്വൈര്യം കൊടുക്കുന്നുണ്ടാവില്ല. അതുകൊണ്ടല്ലേ ആന്റിക്ക് നിങ്ങളോട് ഇത്ര സ്നേഹം. ഏയ്, ആന്റി ഞങ്ങൾക്ക് വലിയ ഇഷ്ടാ. ആന്റിയുടെ അത്രയും തഴച്ചു വളർന്ന തലമുടി വേണമായിരുന്നു അമ്മ എപ്പോഴും പറയല്ലോ. അമ്മക്ക് വലിയ ഇഷ്ടാ. ആന്റി ആരോടും മിണ്ടാ വരാഞ്ഞിട്ടല്ലേ? ഓ, മോളുടെ അമ്മ ശരിക്കും അങ്ങനെ പറഞ്ഞോ? ഒരിക്കലല്ല, ഒരു 100 തവണ. ആന്റി എന്തിനാ തേക്കണെന്ന് ചോദിക്കണമെന്ന് അമ്മ എന്നോട് എപ്പോഴും പറയല്ലോ. രാബരാ. നൈസ് ഗേൾ. കൂടെ എടുത്തോളൂ. ബാസ്കറ്റ് പിടിക്കൂ, പിടിക്കൂ. നടക്കൂ നടക്കൂ, വേഗം നടക്കൂ. എന്താ കുട്ടികളെ? ആ, മോക്ക് ഏത് സോപ്പാ ഇഷ്ടം? പാമോലിവാ? എനിക്കും അത് തന്നെയാ. ദാ കുടിക്കൂ. എടുക്കല്ലേ? 1 മാസത്തെ കൊള്ളാം എടുക്കാം. എപ്പോഴും വരാൻ കഴിയില്ല. ആ, ഈ ഷാമ്പു നല്ലതാ. ഇതും കുറച്ചെടുക്കട്ടെ. ലിസ്റ്റ് കയ്യിലുണ്ടല്ലോ. മോക്ക് ഇഷ്ടമുള്ളതൊക്കെ സെലക്ട് ചെയ്തോളൂ. ഞാനേ ആ മീൻ സ്റ്റാൾ വരെ ഒന്ന് പോയിട്ട് വരാം. വേഗം വേണം. സ്റ്റൈലനല്ലേ? നേരും ജപ്പാനാ. $858.40. ഓ, ചില സാധനങ്ങൾ വെല്ലി ചേർക്കാൻ വിട്ടുപോയല്ലോ. ഇല്ല, എല്ലാം കൂടി 46 ഐറ്റംസാ. എണ്ണിയത് ഞാനാ. ജിജു എന്താ എടുത്തേ? കാസറ്റ് അല്ലേ? 1 2 എത്രയാ? സ്വീറ്റ്സ് എത്ര എടുത്തേ? എണ്ണം പറഞ്ഞു കൊടുക്ക ടിങ്കു. മഞ്ജുനും കൂടെ എടുക്കായിരുന്നില്ലേ? വേണോ മോക്ക്? 1 കൂടെ എടുക്ക്. അപ്പൊ ആകെ 2. ഷാഹുലെ, ഞാൻ ചോദിച്ചിട്ട് വേണോ? എന്താ എടുത്തത്? അങ്ങനെ വരില്ലല്ലോ. ഗുഡ്. ഇതാ, ഇത് കണ്ടുപഠിക്കേ. ഷാഹുലിന് എന്താ വേണ്ടെന്ന് വെച്ചാ എടുത്തോളൂ. അങ്ങനെ ആയാലോ? ഷാഹുലിന് ഇതിരിക്കട്ടെ, എന്റെ വക. കൂട്ടത്തിലെ നല്ല ആൾക്കാർക്കല്ലേ പൂക്കൾ കൊടുക്കുക. ഹലോ ചേച്ചി, ജവഹർ കോളനിയിൽ നമ്പർ വേണോ? ഒരു പ്രഷർ കുക്കർ. അടുത്തതിന് മിക്സ് ചെയ്യാ. ഒരു നമ്പർ ചെയ്തിട്ടെ. എന്റെ കുട്ടപ്പ വേണ്ട. എന്നാ അതിന്റെ അടുത്തേനാകാം. അത് ഫ്രിഡ്ജാ. അവരുടെ ഫ്രിഡ്ജാ, മറക്കല്ലേ? ഫ്രിഡ്ജാ. നമസ്കാരം ഉണ്ണിത്താൻ സാർ. ഇതെന്താ ഇപ്പൊ ഇതൊരു പണി? എന്റെ കാറ് എന്റെ വഴി. എനിക്ക് ആരുടെ അഭിപ്രായം വെച്ചില്ല. പോയാട്ടെ. പുതിയ പാർട്ടി എത്തിയിട്ടുണ്ടല്ലേ?
സേക്രഡ് ആർട്ട് സ്കൂളിൽ മ്യൂസിക് ടീച്ചർ. പേര് നിർമ്മല മേനോൻ. ഒന്ന് കാണണമല്ലോ. എന്റെ ഗൃഹലക്ഷ്മി ഹോം ഒരു ഗൃഹലക്ഷ്മി അപ്ലയൻസസ്. ആ പുതിയ കക്ഷിയെ ചുമ്മാ അങ്ങ് വിളിക്കണം സാറേ. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടട്ടെ. ഒരു നമ്പർ തരാൻ അവർക്കും താല്പര്യം കാണുമല്ലോ. തന്റെ ഒരു നമ്പർ ഈ കാലിപ്പെട്ടികൾ വണ്ടിയിൽ കെട്ടിവെച്ച് ആളെ പറ്റിച്ച് നടക്കുന്നില്ല. തന്റെ നമ്പർ പോ ഈ കുട്ടിയെ കിട്ടില്ല. വേണ്ട, കുട്ടിയുടെ ചെലവിൽ വെട്ടി വിരിഞ്ഞങ്ങ് കൂടിക്ക് വരണം. പക്ഷെ എന്റെ ഗൃഹലക്ഷ്മിയെ കുറിച്ച് പറഞ്ഞുണ്ടല്ലോ. നമസ്കാരം, ഞാൻ കുട്ടപ്പൻ. നമ്പർ കുട്ടപ്പൻ എന്നെല്ലാരും വിളിക്കും. നമ്പരോ? അതെ, ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസ് സ്കീമിൽ നിങ്ങൾ എടുക്കുന്ന ഒരു നമ്പറിന് ഒരു വർഷം തികയുമ്പോൾ തുകയുടെ ഇരട്ടി വരെയുള്ള ഒരു ഗൃഹോപകരണം നിങ്ങളുടെ വീട്ടിലെത്തുന്നു. നറുക്കിൽ നമ്പർ വീണാൽ പിന്നെ പണം എടുക്കാൻ വേണ്ട, ഫുൾ ഫ്രീ. ഒരു നമ്പർ എഴുതട്ടെ. നിമ്മി മോളകത്ത് പോ. ആള് മഹാ ഫ്രോഡാ. സിംഗപ്പൂരിലെ ഫ്രോഡ് പരിപാടികൾ ഞാനിവിടെ വിളമ്പണോ? കുട്ടപ്പനെ ഇപ്പൊ ചെല്ല്, നമുക്കെല്ലാം ശരിയാക്കാം. എന്നെ മറക്കല്ലേ, ഞാൻ വീണ്ടും വരാം. ഇതിനി ഓടുവോ? പിന്നെ ഇതൊക്കെ ശരിയാക്കി എടുക്കാന്നേ കാർബേറ്റിൽ കരട് കയറിയതാ. സാരല്ല. ഓ, ഒരു മെക്കാനിക്. അതപ്പോ ഞാൻ ശരിയാക്കിക്കോളാം. എന്നാ വേണ്ട, തള്ള വിളിക്കരുതേ. ഓട്ടോ. നേരത്തെ ഇങ്ങ് പോന്നോ? നേരത്തെയോ? മണി 9:30. ഒരൊറ്റ ഓട്ടോ ഇല്ല, ബസ് ഒന്നും നിർത്തുന്നുമില്ല. ആഹാ, പട്ടാളം മുഴുവനും ഉണ്ടല്ലോ. വരുന്ന വഴിക്ക് ആരെയും കണ്ടില്ലല്ലോ. അയ്യോ, ട്യൂഷൻ, മാത്സിനും സയൻസിനും സ്പെഷ്യൽ കോച്ചിങ്. ആ, നിങ്ങൾ വിട്ടോ. അടുത്ത ബസ് ചാടിക്കറി ഞാനങ്ങ് വന്നോളാം. പൊക്കോ പൊക്കോ. ചിലപ്പോഴിങ്ങനെ അല്ലേ? മിസ് സൈക്കിൾ ഓടിക്കോ. എന്താ പറ്റാത്തത്? പക്ഷേ ഈ ചെറുത് വേണ്ട. ഷാവുൽ ഇറങ്ങി ജിജോയുടെ സൈക്കിളിൽ കേറ്. കേറ്. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. അപ്പൊ മാഷ് നന്നാവാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതിപ്പോ പോയിക്കോ പോയിക്കോ, ഓരോരോ വിധികളെ. ഗുഡ് മോർണിംഗ് ഫാദർ. മോർണിംഗ് ഗുഡ് മോർണിംഗ് ഫാദർ. മോർണിംഗ് ഗുഡ് മോർണിംഗ് ഫാദർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അതേതാ യൂണിഫോം ഇടാത്ത വലിയ കുട്ടി? ഗുഡ് മോർണിംഗ് ഫാദർ. അത് നമ്മുടെ പുതിയ മ്യൂസിക് ടീച്ചറാ. ഗുഡ് മോർണിംഗ്. നല്ല ചന്തം ഉണ്ടായിരുന്നു കാണാൻ. സൈക്കിളും ഒക്കെ ഓടിച്ച് 10ാം ക്ലാസ്സിലെ വത്സ ഫിലിപ്പാന്നാ കരുതിയത്. ആ കുട്ടിയുടെ അതേ ശരീരപ്രകൃതി. എന്നാലും സൂക്ഷിക്കണം ടീച്ചറെ, അവന്മാരെ കൂടുതൽ അടുപ്പിക്കാതിരിക്കുന്ന ഭംഗി. ഞങ്ങളൊക്കെ നെയ്ബേഴ്സാ. നല്ല കുട്ടികൾ. നല്ല കുട്ടികള്. ഏതായാലും ഇതല്പ കടന്ന കൈയായിപ്പോയി. ഒരുമാതിരി പിക്നിക്കിന് പോന്നോല സ്കൂളിൽ പഠിപ്പിക്കാൻ വരുന്നത്. കഷ്ടം. കുട്ടികളോടൊപ്പം കളിച്ചു നടന്നാലും ഞാൻ തന്നെയാ ടീച്ചറെ. നന്നായി. രാവിലെ ബസ്സും കിട്ടാണ്ട് ഓടിപ്പിടിച്ച് വന്നപ്പോഴാ ടീച്ചറിന്റെ ഒരു... അല്ല, നിർമ്മല ടീച്ചർ എന്താ ഇന്ന് ടേപ്പ് റിക്കാർഡറൊക്കെ ആയിട്ട്? ഇന്ന് തൊട്ട് ക്ലാസ് തുടങ്ങണമെന്ന് വിചാരിക്കുക. എത്ര പേർക്ക് താല്പര്യം ഉണ്ടെന്ന് കണ്ടു തന്നെ അറിയണം. അപ്പോ ഇനി ഇവിടമാകെ സംഗീത സാന്ദ്രമാകുമെന്ന് അർത്ഥം. നടനം സ്ഥലഫലമതി, ഗാനാമൃതം ഗജേന്ദ്രവാരിധി പരമശിവം. ആഹാ. 3, 4, 5, 6, 7, 8. 8, 7, 6, 5, 4, 3, 2, 1. 1, 2, 3, 4, 5, 6, 7, 8. 8, 7, 6, 5, 4, 3, 2, 1. 1.
ചുറ്റി നാട് ചുറ്റി വാ ഇല്ലിത്തണ്ടിലൂറും പാട്ടുമൂളും കാറ്റേ കുഞ്ഞിക്കിങ്ങിണിപ്പൂക്കുട്ടന്മാരെ പോലെ നീയും കള്ളക്കൊഞ്ചനങ്ങൾ കുത്തുന്നെന്റെ മഞ്ഞു കാറ്റേ നെല്ലിക്കാറ്റേ കള്ളക്കാറ്റേ പൂക്കുല കൈകളിൽ നീക്കിനി തമ്പലം മൂടി വെക്കണ്ടേ നെല്ലിക്കാട് ചുറ്റി നാട് ചുറ്റി വാ ഇല്ലിത്തണ്ടിലൂറും പാട്ടുമൂളും കാറ്റേ കുഞ്ഞിക്കിങ്ങിണിപ്പൂക്കുട്ടന്മാരെ പോലെ നീയും കള്ളക്കൊഞ്ചനങ്ങൾ കുത്തുന്നെന്റെ മഞ്ഞു കാറ്റേ നെല്ലിക്കാറ്റേ കള്ളക്കാറ്റേ പൂക്കുല കൈകളിൽ നീക്കിനി തമ്പലം മൂടി വെക്കണ്ടേ തെറ്റും തിരുത്തും ഭൂലോകതത്വം തെറ്റിൽ പിറക്കും മാലോകസത്യം മുള്ളിൽ പൂത്ത റോജാപ്പൂക്കൾ ചന്തം വാർക്കും എന്നില്ലാത്ത നാവിൽ നിന്നാണ് എല്ലാ വാക്കും കണ്ണുണ്ടെങ്കിലും കാണാ കാണികൾ തുന്നപ്പാടികൾ വെറും നന്നങ്ങാടികൾ ഉച്ചാല കാറ്റേ കൂടില്ല കാറ്റേ നക്ഷത്രങ്ങൾ കൂടാരങ്ങൾ കെട്ടും രാത്രികളാടും മണ്ണിലിഷ്ടം കൂടി നീ വാ We like you, Vinci. കർപ്പൂരനാളം കത്തുന്ന നേരം വെട്ടം പരത്തും ചുറ്റും മണക്കും സ്വന്തം നൊമ്പരം മറ്റുള്ളവർക്കിമ്പം തീർക്കാൻ ചിന്തിക്കേണമെല്ലായ്പ്പോഴും എല്ലാവരും തിങ്കൾ ടീച്ചറിൻ പാഠം കേൾക്കവേ കുഞ്ഞിത്താരകൾ ചിമ്മും കണ്ണുകൾ താരങ്ങൾ തമ്മിൽ എന്തെല്ലാം You naughty. I love you, kitties. നെല്ലിക്കാട് ചുറ്റി നാട് ചുറ്റി വാ ഇല്ലിത്തണ്ടിലൂറും പാട്ടുമൂളും കാറ്റേ കുഞ്ഞിക്കിങ്ങിണിപ്പൂക്കുട്ടന്മാരെ പോലെ നീയും കള്ളക്കൊഞ്ചനങ്ങൾ കുത്തുന്നെന്റെ മഞ്ഞു കാറ്റേ നെല്ലിക്കാറ്റേ കള്ളക്കാറ്റേ പൂക്കുല കൈകളിൽ നീക്കിനി തമ്പലം മൂടി വെക്കണ്ടേ ഇറാ ഇറാ എടാ മോനെ എന്നതാ എന്താ പേര് ടിങ്കു ജെയിംസ് നിന്റെ അല്ലടാ ആ കക്ഷിയുടെ ആ അത് മിസ് പേരാ ചോദിച്ചത് ആ എനിക്കറിയാമല്ലോ ഞങ്ങളൊക്കെ മിസ് തന്നെ വിളിക്കാറ് ഊതല്ലേ ഊതല്ലേ എടാ നിനക്കൊക്കെ പുതിയ കൂട്ടുകാരെ കിട്ടിയ പിന്നെ ഇത്തിരി കൂടുന്നുണ്ട് പറഞ്ഞേക്കാം എന്താടാ പേര് അറിഞ്ഞേ പറ്റുള്ളൂന്നുണ്ടെങ്കിൽ മനോരേട്ടനെ തന്നെ പറ്റിച്ചൂടെ എടാ അത് സെക്കൻഡ് സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാ ഇത് നീ എന്നെ ഹെൽപ്പ് ചെയ്യണം എന്താ വാട്ട് എടാ നീ ഇത് കൊടുക്കണം എന്റെ പൊന്നു കൂട്ടല്ലേ എന്നെ ഹെൽപ്പ് ചെയ്യ പ്ലീസ് നോക്കട്ടെ കൊച്ചു കള്ളൻ എന്റെ കർത്താവ്
പേരറിയാത്ത എന്റെ സുന്ദരിക്ക് ഭവതിക്ക് ഹൃദയം സമർപ്പിക്കുന്ന ഒരു യുവ കോമളനാണ് ഞാൻ. തന്റെ പേരെനിക്ക് അറിയില്ലെങ്കിൽ എന്താ, ലോകത്തുള്ള എല്ലാ സുന്ദരികളുടെയും പേര് തനിക്ക് ചേരും. തന്നെ ഞാൻ ഹെലൻ എന്ന് വിളിക്കും, ക്ലിയോപാട്ര എന്ന് വിളിക്കും, ഹേമമാലിനി എന്ന് വിളിക്കും. അനുരാഗ കടലിൽ നമ്മൾ ഒന്നിച്ച് നീന്തി തുടിക്കുമ്പോൾ എന്ത് രസമായിരിക്കും. നമ്മൾ മാത്രമുള്ള ഒരു ലോകത്ത് സന്തോഷിച്ചും സല്ലപിച്ചും കഴിയണമെന്നാണ് എന്റെ ഹൃദയാഭിലാഷം. മന്ദമാരുതൻ വീശുമ്പോഴും പക്ഷികൾ കളകളഗാനം പൊഴിക്കുമ്പോഴും നിന്നെ ഞാൻ ഓർമ്മിക്കാറുണ്ട്. യോ, നിന്റെ ശരീരത്തിൽ ഒരു മുല്ലവള്ളി പോലെ പടരാൻ ഞാൻ കൊതിക്കാറുണ്ട്. ആഹാ, എന്റെ മനോരേട്ടാ. അയ്യേ, അപ്പോ മഞ്ജു ജോഗിങ്ങില്ല അല്ലേ? മൂടിപ്പോസ് ഉറങ്ങുന്നുണ്ടാവും. ഭാഗ്യവതി. അയ്യോ, എനിക്ക് ഇപ്പോഴും മേലാ. കുഴി മടിയൻ തന്നെ. ഷാഹുലിനെ നോക്ക്, സ്മാർട്ട്. അയ്യടാ. കണ്ണാ, കുറച്ചൊരു നീങ്ങിയോട്. ഗുഡ് മോർണിംഗ്. ഹലോ. ഗുഡ് മോർണിംഗ്. അത്രയ്ക്കും കൂട്ടുവന്നല്ല, ഭയങ്കര തണുപ്പാ. എന്നും കാലത്ത് ഒരു 5 കിലോമീറ്ററെങ്കിലും ഓടുക എന്നുള്ള എന്റെ ഒരു ശീല. എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം. മണങ്ങോ? മതി. മനോരേട്ടൊന്നും മതിയാക്കിയ 5 കിലോമീറ്റർ ആയില്ലല്ലോ. ആരോഗ്യത്തിന്റെ രഹസ്യം. വിട്ടോ വിട്ടോ വിട്ടോ. അല്ല, ഞാൻ ബൈ. തന്നെ എന്നെ ട്യൂഷന് പോണ്ടേ? പിന്നെ എന്താ നമ്പർ? ഹലോ, രാവിലെ ഈവനിങ് വാക്കിന് ഇറങ്ങിയല്ലേ? ടീച്ചറെ നമ്പർ മറക്കല്ലേ? ഗോളെന്നത് ഇങ്ങനെയാ. സ്കൂളിലെ കാര്യം പറയാതിരിക്കുക ഭേദം. നല്ലൊരു മൂത്രപ്പര പോലും ഇല്ല, എല്ലാം പൊട്ടിപ്പൊളിഞ്ഞതാ. നിറയെ ഓട്ടയാ. എന്നാലും ദൂരെ നോക്കുമ്പോ ദാറ്റ് സ്കൂൾ ലുക്ക് സോ ബ്യൂട്ടിഫുൾ. നല്ല പ്രിമിസസാ, എനിക്കിഷ്ടമായി. ഓ, ആ ബിൽഡിങ്ങിന്റെ പണി ഞാൻ എത്ര കാലമായി തുടങ്ങിയിട്ട് ഇനിയും തീർന്നിട്ടില്ല. അത് അതിന്റെ എഞ്ചിനീയർ അമേരിക്കയിൽ ഏതോ കോഴ്സിന് പോയതുകൊണ്ടാ. അതിരിക്കട്ടെ, മൂത്രപ്പര മോശമാണെങ്കിൽ അത് നിങ്ങളെ കൊണ്ട് കൊള്ളാത്തോണ്ടാ. ഫാദറിന് നിങ്ങളൊരു മെമ്മോറാണ്ടം കൊടുക്കണം. അങ്ങ് ചെന്നാ മതി. മെമ്മോറാൻഡോ ഒന്നും ഏൽക്കുകയല്ല, നമുക്കൊന്ന് 2 പോസ്റ്റർ എഴുതി രാത്രി ഒട്ടിച്ചാലോ? ഇരുട്ടത്ത് നിന്നുള്ള പണിയെ പറ്റൂന്നർത്ഥം. വെറുതെ പ്രോബ്ലംസ് ഉണ്ടാക്കണ്ട. അതൊക്കെ മാനേജ് ചെയ്യാന്നേ. മിസ് ഞങ്ങളോട് നിന്നാ മതി. വേണ്ടാത്ത കാര്യത്തിനൊന്നും കൂട്ടു നിൽക്കാൻ ഞാൻ ഏതായാലും ഇല്ല. ഇങ്ങോട്ട് വാടാ. എസ് ഡാഡി. നിനക്ക് സ്കൂളിലൊക്കെ എത്രയാടാ മാർക്ക്? അത് ഡാഡി നല്ല മാർക്കാ. ആ, അങ്ങനെ വേണം. ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം, എടാ, ഇവിടെ ഇപ്പൊ ഇന്നത്തെ വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞ ഗാന്ധിജിയൊക്കെ പറഞ്ഞതുപോലെ ഇന്നത്തെ വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കൊള്ളാം. വിദ്യാഭ്യാസത്തെ കുറിച്ച് സംസാരിക്കാൻ കണ്ട സമയം കൊള്ളാം. നല്ല നല്ല കാര്യങ്ങളെ കുറിച്ച് ആർക്ക് ഏത് സമയത്തും സംസാരിക്കാം, അല്ലേടാ? മതി, എഴുന്നേറ്റ് വന്ന് കിടക്കാം. ആ, പാതിരാത്രിക്കാ പോത്തുകളി. ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്നൊക്കെ പറഞ്ഞ അത് ഇന്നത്തെ വിദ്യാഭ്യാസം വിട്ടൂടാ. എല്ലാ പോസ്റ്റർ എടുത്തോ. വേഗം പോടാ. നിന്നൊക്കെ നന്നാക്കാൻ പറ്റുന്നു. എന്താന്ന് ഈ വേണ്ടേ? ഗുഡ് യൂറിൻ. ഇവിടെ എന്താ? ഇവിടെ നീ ഇതേ ഇവരൊക്കെ നേരെയാക്കാൻ പറ്റുന്നു. ഞാൻ കീഴടോ. മക്കളെ, എന്റെ കണ്ണിൽ ഒരു തരി മണ്ണിടാൻ നീയൊന്നും വിചാരിച്ചാൽ നടക്കുകയില്ല. 10 വർഷം മെന്റൽ സ്കൂളിൽ പഠിപ്പിച്ചേച്ച ഈ ഭവാനിയോ സച്ചൻ ഇവിടെ വന്നിരിക്കുന്നത്. നിന്റെയൊക്കെ മനഃശാസ്ത്രം എനിക്ക് നല്ലവണ്ണം അറിയാം. എന്റെ സമയം വെറുതെ മെനക്കെടുത്തണോ മക്കളെ? അങ്ങോട്ട് പറഞ്ഞോളൂ, ആരാ നിങ്ങളുടെ ആർട്ടിസ്റ്റ്? പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഒരു അവാർഡ് തന്ന് ബഹുമാനിക്കാനാ. ഷാഹുൽ ഹമീദേ, കണ്ണിൽ നോക്ക്. ഈ കള്ളലക്ഷണമൊക്കെ കുറെ കാലായില്ലേ ഞാൻ കണ്ടു തുടങ്ങിയിട്ട്. പറഞ്ഞോളൂ,
എന്തിനാ ഈ പണിക്കിറങ്ങിയത്? കണ്ണാ, കണ്ണിൽ നോക്ക്, കള്ളം പറയരുത്. എപ്പോഴാ തോട്ടിച്ചത്? നിന്റെ കൂടെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു ഇത് എഴുതി പിടിപ്പിക്കാൻ? പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ജിജോ ഇത് ചെയ്യില്ല എന്ന് എനിക്ക് നന്നായി അറിയാം. ക്ലാസ്സിൽ നല്ല അച്ചടക്കവും അനുസരണയും ഗുരുഭക്തിയുള്ള നല്ല കുട്ടി. പക്ഷെ എപ്പോഴാ മനസ്സിന്റെ താളം തെറ്റാന്ന് കർത്താവിന് പോലും അറിയില്ലല്ലോ. ആ ഹാൻഡ് റൈറ്റിംഗ് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ നീ ഇത് ചെയ്യുന്നു. ഇങ്ങോട്ട് മാറി നിക്കടാ. എന്താണ് നിന്റെ അപ്പന്റെ പേര്? എന്തായിരുന്നു ജോലി? ഫിലിപ്പോസ്. ജോലി ഫിലിപ്പോസോ? അല്ല, കോൺട്രാക്ടറാ. എന്നാലേ ആ കോൺട്രാക്ടറോട് ചെന്ന് പറ എന്നെ ഒന്ന് വന്ന് കാണാൻ. ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച് തൊഴാനാ. എന്നിട്ട് നീ ക്ലാസ് കയറിയാ മതി. എവിടെ വടി? ഇവരെന്തിനാ ഇവിടെ നിൽക്കണേ? ഓർഡർ ഓർഡർ. പ്രകടനം ഗംഭീരം. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇങ്ങനെയൊക്കെ പറ്റുമെന്ന്. ഇപ്പൊ എന്തായി? ആ ഫാദർ ഒരു ഭയങ്കര സാധനമാ. ഇടയ്ക്ക് ഇങ്ങനെ ചില പെർഫോമൻസ്. ഫാദർ മെന്റലോസ് അനുഭവിച്ചോ? എല്ലാവരും ചേർന്നല്ലേ ജിജോയെ പിരികേറ്റിയത്? മിസ് ഒന്ന് ഫാദറെ കണ്ട് പറയാവോ? മിസ് പറഞ്ഞാ ഫാദർ കേൾക്കും. കേട്ടേച്ച് വരിക. ഞാനും കൂടെ ചേർന്നിട്ടാ നിങ്ങൾ ഇത്ര വഷളായിരുന്ന. അങ്ങേരുടെ വായിലിരിക്കുന്നത് കേട്ട് മിച്ചം. ശോ, ഇനിയിപ്പോ എന്താ ഒരു വഴി? ജിജോയുടെ ഡാഡി ഇതറിഞ്ഞാ പിന്നെ തീർന്നു എന്റെ പഠിത്തവും സ്കൂളും ഒക്കെ. ജിജോയുടെ ഡാഡിയെ നമ്മുടെ ഫാദറിന് അറിയാവോ? ഇല്ലല്ലോ. എന്നാ ഒരു വഴിയുണ്ട്. എന്താ അത്? ജിജു അവന്റെ ഡാഡിയെ വിളിച്ചോണ്ട് പോകുന്നു, ഫാദറിനെ കാണുന്നു, മാപ്പ് പറയുന്നു. That's all. അയ്യോ, ഞാൻ സ്നേഹം കൊണ്ട് പറയാണെന്ന് കൂട്ടിക്കോളൂ. ഇവനെയൊക്കെ വിടേണ്ടത് ഇങ്ങോട്ടല്ല, ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക്. നിങ്ങൾ എന്താ വിചാരിച്ചേ? കയ്യിൽ കുറച്ച് കാശുണ്ടെന്ന് വെച്ച് മെന്റൽ പ്രോബ്ലം ഉള്ള കുട്ടികളൊക്കെ ഇങ്ങോട്ട് പറഞ്ഞേക്ക്. ഞാൻ പറയുന്നത് ശരിയല്ലേ മിസ്റ്റർ ഫിലിപ്പോസേ? കാര്യം ശരിയാണ്. എന്റെ ശ്രദ്ധക്കുറവ് അല്പമുണ്ട്. സിമന്റ്, കമ്പി, പാലം, കലുങ്ക്, കെട്ടിടങ്ങൾ, അങ്ങനെ 100,000 പ്രശ്നങ്ങൾ. ഞാനൊരു പാവം കോൺട്രാക്ടറായി പോയില്ലേ അച്ചോ. തിരക്കൊക്കെ ഉണ്ടെങ്കിലും അച്ഛൻ വിളിച്ചാ വന്ന് കാണാതിരിക്കാൻ പറ്റുമോ? എന്തെങ്കിലും വിശേഷം ഇല്ലാതെ അച്ഛൻ വിളിപ്പിക്കില്ല എന്ന് എനിക്ക് അറിഞ്ഞൂടാ. വിശേഷമൊക്കെ ഈ പിശാച് പറഞ്ഞില്ലേ? അതങ്ങ് വിട്ടുകളാച്ചോ. നമുക്ക് വേറൊരു മൂത്രപ്പടി ഉണ്ടാക്കാം. എന്തിനാ ഇവനെ കൊഴിഞ്ഞു നോക്കാനോ? പോട്ടാച്ചോ. പോട്ടെന്നാ? എങ്ങോട്ട് പോണു? ഇതിന് സമാധാനം ഉണ്ടാക്കി പോയാൽ മതി. അതല്ല ഞാൻ പറഞ്ഞത്, ഇതൊക്കെ അങ്ങ് പോട്ടേന്ന്. അച്ഛൻ പറ, എത്ര ചാക്ക് സിമെന്റ് വേണം? അപ്പോ പീലിപ്പോച്ചൻ വന്നത് വളരെ നന്നായി. കുട്ടികൾ ഓരോ വികൃതി കാട്ടിന്ന് വെച്ച് ഞാൻ പീലിപ്പോച്ചന്റെ ടൈം കുറെ വേസ്റ്റ് ആക്കിയില്ലേ? സോറി. നോ 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 നോ, അച്ഛൻ എങ്ങനെ പറയരുത്. ഞാൻ അങ്ങനെ പറയും. അച്ഛൻ എങ്ങനെ പറയരുത്. ഞാൻ പറയും. നിങ്ങളെ പോലെ ഉത്തരവാദിത്തമുള്ള പേരൻസിന് കിട്ടുന്നത് വലിയ ഭാഗ്യാട്ടോ. ജിജോ, ഗോ ടു യുവർ ക്ലാസ്. താങ്ക് യു ഫാദർ. അപ്പോ സിമെന്റിന്റെ കാര്യം? ഓ ഷുവർ ഷുവർ ഷുവർ. അച്ഛൻ എന്റെ ഗോഡൌണിലേക്ക് ഒന്ന് അറിയിച്ചാൽ മതി. സാധനം അപ്പ ഇവിടെ എത്തിച്ചിരിക്കും വിത്ത് പ്രഷർ. അപ്പൊ അച്ഛൻ ഒരു നമ്പർ. നമ്പറോ? എന്താ പറഞ്ഞ നമ്പർ? അല്ല, ഈ നമ്പർ എന്ന് പറഞ്ഞാ അച്ഛന്റെ ടെലിഫോൺ നമ്പർ 3109. ഓ 31091. 3109. നമ്പറിന്റെ കാര്യമല്ലേ, അത് ഞാൻ ഒരിക്കലും മറക്കൂല. പോട്ടാച്ചോ. ശരി. എന്തൊരു ദാനശീലൻ. അടിസ്ഥാന രാഗങ്ങൾ ഇതൊക്കെയാണ്. ഇതിൽ നിന്നാണ് മ്യൂസിക് വേൾഡിലേക്ക്. സ്റ്റാഫ് റൂം അവിടെ ബാക്കി അടുത്ത ക്ലാസ്സില്. നിങ്ങളൊക്കെ ഗ്രൗണ്ടിൽ പോയി വല്ലതും കളിച്ചോളൂ. ഒളിച്ച് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചല്ലേ? നീ ലോകത്തിന്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും ഈ ഭാസ്കര കുറിപ്പ് വിചാരിച്ചാൽ ഒരൊറ്റ സെക്കൻഡ് മതി, വിവരം അവിടെ എത്തിയിരിക്കും. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? അത് നീ എന്നെ കൊണ്ട് ഇനിയും പറയിക്കുമല്ലേ മോളെ? തമാശകളാ. വാ, ഒന്ന് വണ്ടി കയറ്. ഇത് ഞാൻ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ഒന്ന് പോയി തരാവോ? ഇവിടെ വന്ന് നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് പ്ലീസ്. പ്രശ്നം ഉണ്ടല്ലോ, അറിയട്ടെ എല്ലാവരും. എന്റെ അടുത്തൊന്ന് മുങ്ങാൻ നിനക്ക് ഇങ്ങനെ ധൈര്യം വന്നു? കേറിക്കോ, മതി നിന്റെ സ്കൂളും പഠിപ്പിക്കലും ഒക്കെ. ദേ, നിങ്ങൾ ഇപ്പൊ ഇവിടുന്ന് പോണം. നമുക്ക് വൈകിട്ട് കാണാം. കാര്യങ്ങളൊക്കെ അപ്പൊ സംസാരിക്കാം. വൈകിട്ട് എവിടെ വെച്ച്? എവിടെ വേണേലും വരാം. റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഡ്രൈവിംഗ് റെസ്റ്റോറന്റ്. അവിടെ ഷാർപ്പ് 5 o'clock. ഓക്കെ, വരാം. ഈ ഭാസ്കര കുറിപ്പിനെ കുറച്ചാലായിട്ട് അറിയാമല്ലോ. അവിടെ കാണാം.
ഇത് നമ്മുടെ ആ മനോരേട്ടനെ പോലെ ഏതോ ലൈനാന്നാ തോന്നുന്നേ. അവന്റെ ഒരു നോട്ടവും ചിരിയും ഒരു ഫ്രോഡ് കേസെന്ന് ഉറപ്പാ. എനിക്ക് കൈ തരിച്ചു വന്നതാ. മിസ് വിഷമിക്കുമ്പോ സഹായിക്കേണ്ടത് നമ്മളെ കടമയാ. അതല്ല, ഇതിലെന്തോ കാര്യമുണ്ട്. നമ്മൾ ചിന്തിക്കാതെ വല്ലതും കാട്ടിയിട്ട് അതുകൊണ്ടൊന്ന് ആലോചിക്കണം. പോടാ, എന്തോന്ന് അത്ര ആലോചിക്കാം. റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ആ ഡ്രൈവിംഗ് റെസ്റ്റോറന്റ് ഷോർട്ട് 5 o'clock. ഓക്കെ? ഓക്കെ. ഞാൻ കാര്യമായിട്ട് തന്നെ പറയാ. ദിസ് വിൽ ബി അവർ ലാസ്റ്റ് മീറ്റിംഗ്. വരട്ടല്ലേ. ഈ വരട്ടൊക്കെ കുറിപ്പ് കുറെ കാലമായിട്ട് കണ്ടിട്ടുള്ളതാ. എനിക്ക് നിന്നെ ഉപദ്രവിക്കണമെന്നൊന്നുമില്ല. നിനക്ക് എന്നെ കാണാൻ ഇഷ്ടമല്ലെങ്കിൽ ഞാനങ്ങ് പോയേക്കാം. പക്ഷെ ഒരു ചെറിയ ഉപകാരം ചെയ്തു തന്നാ മതി. നീ നിന്റെ അച്ഛനോട് പറഞ്ഞ് ഒരു ചെറിയ തുക എനിക്ക് മേടിച്ചു തരണം. ഒരു 25,000 rupees. ഞാൻ അഗ്രിമെന്റ് തിരിച്ചു തന്നേക്കാം. ധൃതിയില്ല, ആലോചിച്ചിട്ട് മതി. അപ്പൊ എന്താ കഴിക്കാൻ വേണ്ടത്? ഐസ്ക്രീമോ ഫ്രഷ് ലൈമോ? സർ, 6 പൊറോട്ട, ഒരു ചില്ലി ചിക്കൻ. നിമിക്കൊന്നും വേണ്ടല്ലോ? ഷുവറാണോ? വേണ്ട. ആ, താങ്ക് യു. ഞാനേ ഇവിടൊക്കെ തന്നെ കാണും. ഒരു ഫ്രണ്ടിനെ കണ്ടതുകൊണ്ട് അവനോടൊപ്പം കൂടാന്ന് വെച്ചു. രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ ഞാൻ പോകൂ. ഫുഡ് ഇതുവരെ വന്നില്ലല്ലോ. ഉറുപ്പിനെ കണ്ടപ്പോ സത്യമായിട്ട് എനിക്ക് ആളെ പിടിയിട്ടില്ല. ഏത് നിലയിൽ കഴിഞ്ഞ ആളായിരുന്നു. കട ഇനി തുറക്കാൻ പറ്റൂല അല്ലേ? ഒന്നും ഉണ്ടായിരടോ. എനിക്കിപ്പോ അതിലും വലുതാ പ്രശ്നം. ഇതവള് പ്ലാൻ ചെയ്ത് പിള്ളേരെ കൊണ്ട് ജയിച്ചതാ. ഈ ഭാസ്കരക്കുറുപ്പിനെ അവക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. ആര്? ആ ടീച്ചറോ? അവരേതാ കക്ഷി? എടോ, തന്ത അറിയാതെ മിനിറ്റിന് തന്തയാ മാറ്റി വേറെ തന്തയാക്കുന്ന ഏർപ്പാടാ അവരുടെ കയ്യില്. പിന്നെ ഒരു കുറിപ്പ്. താൻ എളുപ്പം സ്ഥലം വിടുന്നതാ നല്ലത്. അല്ല, അത് നമ്മളെ തടി നോക്കണ്ടേ അല്ലേ? ദേ, തന്റെ നമ്പർ എന്റെ അടുത്ത് വേണ്ട.
തനിക്കിപ്പോ എന്നെ ഒഴിവാക്കി കിട്ടണം, ഇത്രയല്ലേ ഉള്ളൂ. ഞാനേ വലിഞ്ഞേറി വന്നൊന്നുമല്ല. തന്റെ ഈ തട്ടിപ്പൊട്ടല്ലോ മാറ്റിക്ക് ഞാൻ. ഇപ്പൊ എന്റെ സ്ഥിതി അല്പം മോശമാണെന്ന് വെച്ച് എന്നെ ഭരിക്കാൻ വരരുത്. അല്ല, പകരക്കുറിപ്പ് ഇങ്ങനെ ചൂടാവല്ലേ. പിടി കുടിക്ക്. ആ ടീച്ചർക്ക് കൂട്ടായിട്ട് ഇപ്പൊ ഒരു കുലിപ്പടയുണ്ട്. അവന്മാരോട് കളിക്കണമെങ്കിൽ ഇന്ത്യൻ പട്ടാളത്തിനൊന്നും ഇച്ചിങ് വരേണ്ടി വരും. നമ്പർ 1 ഭീകരന്മാര്. അതിലും വലിയ ഭീകരന്മാരെ കുറുപ്പും കൊണ്ടുവരുടോ. തോറ്റുമടങ്ങാൻ വന്നവനല്ല കുറുപ്പെന്ന് താൻ അവളോട് പറഞ്ഞേക്ക. ഞാൻ അവരെ കാണാനിടയില്ല. അവളെ കാണുകയാണെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ ഉടനെ വരും വിത്ത് ഫോഴ്സസ്. അതിനു വേണ്ട കോപ്പൊക്കെ ഈ കുറുപ്പിന്റെ ഉണ്ടോ. ഈ കഞ്ഞി വേകാൻ കുറെ സമയം ആവും. ഞാൻ കുടിച്ചിട്ടേ പോണുള്ളൂ. താനാ പറഞ്ഞു എടുത്തേ. എന്റെ കയ്യിൽ 100 എടുക്കാൻ ഉണ്ടാവൂല. എടുക്കടോ, എനിക്കും ജീവിക്കണ്ടേ. അവളുടെ കിട്ടുമ്പോ ഞാൻ വരികയല്ലേ. 9:45 ലാസ്റ്റ് ബസ്. നാളെ ലാസ്റ്റ് ബസ് ഉണ്ടല്ലോ. അയ്യോ, നാളെ ബസ് ആണോ? ഒരു ബസ് വരെ ഞാൻ നേരിട്ട് കണ്ടിട്ട് ഒരുപാട് നാളായി. ഞാൻ കണ്ടിട്ടേ പോണുള്ളൂ. അയ്യോ, അല്ല പിന്നെ. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ്. സത്യത്തിൽ ജീവനെ കണ്ടപ്പോഴാ എനിക്ക് എന്റെ ജീവൻ വീണത്. പണി പൂർത്തിയാകാത്ത എന്തേന്ന് ബിഷപ്പിന്റെ വിളി. ബിഷപ്പിന്റെ വിളിയോ? ബിഷപ്പല്ലടാ, ബിഷപ്പ്. ബിഷപ്പിന്റെ വിളി. ഇത്തവണ ക്ലാസുകൾ കൂട്ടാൻ പറ്റാത്തതിന് കമ്മിറ്റിക്കാരുടെ വക പഴി. ഇതൊന്നും പോരാണ്ടിപ്പോ പിള്ളേരും തുടങ്ങിയിരിക്കും. എന്താ സമരമാണോ? സമരമാണെങ്കിൽ അതിനൊരു ആണത്തൊക്കെ ഉണ്ടായിരുന്നു. ഇത് അതൊന്നുമല്ല എന്റെ ജീവ. തെമ്മാടിത്തര എഴുതി ചുമര് മുഴുവൻ ഒട്ടിക്കുക. താൻ വരട്ടേന്ന് വിചാരിച്ച് ഞാൻ അനുസരിച്ചു. എയർപോർട്ടിൽ വെച്ച് എനിക്ക് ആദ്യം കിട്ടിയത് ഫാദറിന്റെ മെസ്സേജാ. കാര്യമായ പ്രശ്നങ്ങളില്ലാതെ ഫാദർ വിളിപ്പിക്കില്ലെന്ന് എനിക്ക് അപ്പോഴേ തോന്നി. അപ്പൊ എപ്പോഴാ ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കുക? ഇത് കഴിഞ്ഞിട്ട് വേണം. ദാ അവിടെ പുതിയൊരു സയൻസ് ബ്ലോക്കിന്റെ പണിയുണ്ട്. ഇവിടെയുള്ള കെട്ടിടങ്ങളിലൊക്കെ ആർക്കിടെക്ട് ജീവൻ റോയ് ആണെന്ന് പറഞ്ഞ് എനിക്കൊന്ന് അഭിമാനം കൊള്ളണം. പകരക്കാരനെ വെച്ച് ഇത് കംപ്ലീറ്റ് ചെയ്യാഞ്ഞത് ആ ഒറ്റ കാരണം കൊണ്ടാ. എനിക്കറിയാം ഫാദർ. ഫാദർ എന്നോട് കാണിച്ചിട്ടുള്ള സ്നേഹവും വാത്സല്യവും. ഞാനിതാ ഇന്ന് മുതൽ റെഡി. തന്നെ കണ്ട സന്തോഷത്തിന് ഒന്നും ചോദിച്ചില്ല ഞാൻ. വാ ചോദിക്കട്ടോ. വിദേശവാസമൊക്കെ കഴിഞ്ഞപ്പോ കല്ലും കമ്പിയും നിരത്തുന്നതിനിടയില് തന്റെ വീണക്കമ്പിയുടെ നാദൊക്കെ മറന്നുപോയോ? അയ്യോ, ഇപ്പോഴും അതൊക്കെ ഉള്ളൂ ബാക്കി. ഇനിയിപ്പോ അതൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യണം. വേണം. താനിപ്പോ എറണാകുളത്തുനിന്നാ മോട്ടോർ സൈക്കിളിനാ വന്നേ? അല്ല, അതാ അലക്സിന്റെ. ഏതലക്സ്? ആ കൂവപ്പറമ്പിലെ ചെറിയാച്ചന്റെ മകൻ. ലഗേജൊക്കെ അവന്റെ വീട്ടിൽ വെച്ചിരിക്കുക. ഓ, അത് ശരി. ആ ചൂടന്റെ കൂടെയാ ഇത്തവണ നിന്റെ സഹവാസം. അവൻ അവിടെ എന്താ ചെയ്യണേ? അപ്പനപ്പൂമാരെ സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ടല്ലോ. അതൊക്കെ തിന്നു മുടിക്കാൻ ഒരാൾ വേണ്ടേ അല്ലേ? എന്നാ ശരി ഫാദർ. ശരി. അതേടാ, അപ്പനപ്പൂമാർ സമ്പാദിച്ചു കൂട്ടിയത് തിന്നും കുടിച്ച് മുടിക്കാൻ തന്നെ എന്റെ ഭാവം. അതിനുണ്ടൊരു പ്രത്യേക രസം. വേണേ കേട്ടോ, ലേറ്റസ്റ്റ് ഗ്രാമി അവാർഡ് വിന്നറാ. തന്തപ്പടി വിളിച്ചിരുന്നു കുറച്ചു മുമ്പ്. എസ്റ്റേറ്റിലെ അക്കൗണ്ട്സ് ഒക്കെ അറിയാനാ. അതറിഞ്ഞ അതിയാന സമാധാനമായി. ഒരു കണക്കപ്പിള്ളയുടെ റോളാടാ എനിക്ക് അങ്ങേരുടെ മുമ്പിൽ ഇപ്പോ. സംഗീതത്തിനൊരു താളം കൂടിയാ. രണ്ടെണ്ണം എടുത്ത് അടിയടാ. അയ്യോ, ഞാന് വേണ്ട വേണ്ട. മൂറ് കളയാടാ. അമേരിക്കയിലൊക്കെ പോയി വന്നിട്ടും നീ ശരിയായിട്ടില്ല. അതിപ്പോ ശരിയാവുന്ന മട്ടുമില്ല. ഹോസ്റ്റലിൽ എന്റെ റൂമിന്റെ തൊട്ടടുത്തൊരു മദാമ ഉണ്ടായിരുന്നു. അവളെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ ഒരിക്കൽ ഞാൻ 2 അടിച്ചു. നെക്സ്റ്റ് മോമെന്റ് കംപ്ലീറ്റ് ഫ്ലാറ്റ്. ഇനി വയ്യേ. ഇതൊന്നുമില്ലെങ്കിൽ എങ്ങനെടാ ഈ അലക്ചെറിയാൻ കൂവപ്പറമ്പനാകുന്നത്? പുതുപുത്തൻ വാഹനങ്ങൾ, മദ്യം, സംഗീതം, ഇതിലൊക്കെ എനിക്കിപ്പോ ജീവിതം കണ്ടെത്താൻ കഴിയുന്നുള്ളടാ മോനെ. റബ്ബർ ടാപ്പിങ്ങിന് മേൽനോട്ടം വഹിക്കാൻ ആർക്കിടെക്ചറിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ നേടിയ ഈ ലോകത്തിലെ ഒരേ ഒരു ഭാഗ്യവാൻ. നീ സെന്റിമെന്റലാ ഇവിടെ. നീ സെന്റിമെന്റലാ. എവിടെയാ അലവലാതി? ടിങ്കോ ജെയിംസ് പുണ്യാളൻ. അവന് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേ. അവനല്പം പെശക. അങ്ങ് വിട്ടേരെ. മനോരേണ്ണ എന്താ ഇപ്പൊ വേണ്ടേ? മിസ്സിനോട് എന്ന് കാര്യം പറയണം. അത്രയല്ലേ ഉള്ളൂ. അത് ഞങ്ങളേറ്റു. ഈ വക കാര്യങ്ങളിൽ ഉദ്ദേശിച്ചതിലധികം പുരോഗതി ഉണ്ടാവുന്ന ഈ ആഴ്ചത്തെ എന്റെ വാരഫലം. ഇതൊന്ന് നിങ്ങൾ ഭദ്രമായി എത്തിക്കണം. ആട്ടെ, ഇതിലിപ്പോ ഞങ്ങൾക്ക് എന്താ ലാഭം? എന്റെ സ്നേഹം എന്നും നിങ്ങൾ രണ്ടാൾക്കും ഉണ്ടാവും. പോരേടാ. അയ്യടാ, ഞങ്ങൾക്ക് സ്നേഹം തരണ ഒരാള് ഇപ്പൊ സിനിമയ്ക്കും മറ്റു പരിപാടികൾക്കും വീട്ടിൽ നിന്ന് നയാ പൈസ കിട്ടാത്ത സമയമാ.
ആ തൽക്കാലം ഒരു 20 റുപ്പീസ് ഇങ്ങട്. അടാ 10 ഒതുക്ക്. എന്റെ ഇപ്പൊ അതേ ഉള്ളൂ. ആ പിന്നെ ഈ കാശ് മാറ്റോണ്ട് ഒരുമാതിരി മറ്റേ പരിപാടി കാണിച്ചാണല്ലോ. അത് ഞങ്ങൾ ഏറ്റു. മിസ്സിന് മനോഹരേട്ടനോട് ഒരു ഇത് തോന്നണം, അത്രയല്ലേ ഉള്ളൂ. അതെ, പിന്നെ ഇത് മറ്റേമാരറിയണ്ട. നിങ്ങൾ രണ്ടുപേരും ഹാൻഡിൽ ചെയ്താൽ മതി. ഏറ്റു. മനോഹരേട്ടൻ ധൈര്യമായിട്ട് ചെല്ലേ. പ്രിയപ്പെട്ട എന്റെ നിർമ്മലയ്ക്ക്, നേരിൽ കാണുമ്പോൾ എനിക്ക് എന്റെ മനസ്സ് നിർമ്മലയുടെ മുന്നിൽ തുറന്നു കാട്ടാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ എഴുത്തെഴുതുന്നത്. പിന്നെ എപ്പോഴും ആ ഡ്യൂക്കിലെ പിള്ളേരും കൂടെ ഉണ്ടാവുമല്ലോ. നമുക്കിട്ട് തന്നെ വെപ്പ്. അവന്റെ ഒരു ഡൂക്കിലി. ഏകാന്തമായ എന്റെ രാത്രികളിൽ മുല്ലപ്പൂവിന്റെ സൗരഭ്യവുമായി എന്റെ നിർമ്മല എന്നും കടന്നു വരാറുണ്ട്. ആ കാർ മിഴികൾ, ചെഞ്ചുണ്ടുകൾ, തക്കാളി കവിളുകൾ എല്ലാം എന്റേത് മാത്രമായിരുന്നെങ്കിലെന്ന് ഞാൻ ആശിച്ചു പോയിട്ടുണ്ട്. സ്വപ്നം തിളങ്ങുന്ന 1000 രാത്രികൾ എന്റെ നിർമ്മലയ്ക്കായി മാത്രം നീക്കിവെച്ച് കാത്തിരിക്കുന്ന പൂപോലത്തെ ഹൃദയമുള്ള. ഇതേതോ പൈങ്കിളി നോവലും ഞാൻ വായിച്ചിട്ടുള്ളതാ. മോഷണം. പൂപോലത്തെ ഹൃദയമുള്ള നീ വായിക്കേ. പൂപോലത്തെ ഹൃദയമുള്ള നിന്റെ സ്വന്തം മനോരേട്ടൻ. ഇനി എന്താ അടുത്ത പരിപാടി? അടുത്ത പരിപാടി ഇത് തന്നെ. അവന്റെ ഒരു പ്രേമലേഖനം. വല്ലപ്പോഴും ഒരു ഐസ്ക്രീമിനുള്ള കാശ് കിട്ടിക്കൊണ്ടിരുന്നതാണ്. ആ പോവാം. വരുന്നോ? ഞാൻ പോവാ. വാടാ പോവാ. ഈ പാർട്ടീഷൻസ് ഒക്കെ എനിക്ക് മനസ്സിലായല്ലോ. രണ്ടാമത്തെ നിലയില് ഹാളിനോട് ചേർന്ന് ഒരു മുറി കൂടി ആവാം. ലാബിന്റെ സാധനങ്ങളൊക്കെ അവിടെ സ്റ്റോക്ക് ചെയ്യാലോ. അതിന് മാത്രം സ്പേസ് അവിടെ കിട്ടുമെന്നറിയില്ല. ഒരു 60 സ്ക്വയർ ഫീറ്റ് അപ്രോക്സിമേറ്റ് ആണ്. ട്രൈ ചെയ്ത് നോക്കാം. 60 എങ്കിൽ 60. അത് അവിടെ പാർട്ടീഷൻ നടത്തിയ നമുക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. അവിടെയല്ല ഇവിടെ. ഇത് നിർമ്മല, ഇവിടെ പുതിയതായി ജോയിൻ ചെയ്ത മ്യൂസിക് ടീച്ചർ. ഹലോ. ഹലോ, ഞാൻ ജീവൻ റോയ്. ജീവൻ ഫേമസ് ആർക്കിടെക്റ്റാ. ഈ ടൗണിലെ പല കെട്ടിടങ്ങളും ചെയ്ത് ജീവനാണ്. ഹീസ് മൈ ബോയ്, മൈ ഓൺ ബോയ് ആൻഡ് മൈ ബോയ്. അപ്പൊ പറഞ്ഞു നിർത്തിയത് എവിടെയാണ്? മൈ ബോയ് അല്ല, ലാബിന്റെ കാര്യം. അടി കൊള്ളും നിനക്ക്. അച്ഛൻ ആളെ വരുത്തി ദേ പണി തുടങ്ങി കഴിഞ്ഞു. ആ ആർക്കിടെക്ട് ഫാദറിന്റെ സ്വന്തം ആളാന്നല്ലേ പറഞ്ഞത്? അതെ, അച്ഛനുണ്ടായിരുന്ന അനാഥാലയത്തിൽ കിടന്നാ വളർന്നതും വലുതായതും ഒക്കെ. അച്ഛനാ അവന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത്. ഇപ്പൊ ദേ അമേരിക്കയ്ക്ക് ഒരു കോഴ്സിന് പോവാൻ മുൻകൈ എടുത്തതും അച്ഛനാ. നിങ്ങളിവിടെ നിൽക്കേ. എന്താ ലഡു ഒക്കെ ആയിട്ട് ഇങ്ങോട്ട്? ഈ മുത്തുകൃഷ്ണന്റെ ബർത്ത്ഡേ എന്ന്. അയ്യോ, അതൊക്കെ ദേ നിർമ്മല ടീച്ചറെ പോലെ ചോര തിരക്കുന്ന പ്രായക്കാർക്കുള്ളതാ. എങ്ങോട്ടുവാ? ബാക്കി ടീച്ചേഴ്സിനൊന്നും ഇല്ലേ? അത് ഞങ്ങൾ പിന്നെ ഒന്ന് കൊടുത്തോളാം. അതൊന്നും വേണ്ട, എല്ലാവർക്കും ഉള്ളത് ഞാൻ കൊടുത്തോളാം. ഇങ്ങതാ. ആ പൊയ്ക്കോ. ടീച്ചറുടെ ഈ ശരീരപ്രകൃതിക്ക് മധുരം ബഹു വിശേഷ. കഴിച്ചോളൂ, ആരും കാണണ്ടാട്ടോ. ഇനി ഒരടി പറ്റിയല്ലോ. ഹരേ ക്വിക്ക്. വല്ലപ്പോഴേ വരൂ. എന്നാ അപ്പോഴെങ്കിലും ശരിക്കും ഓടണ്ടേ? മടിയൻ. നിങ്ങൾ റൗണ്ട് പോയോ? അയ്യോ മേല. ഷൗൽ സ്റ്റാർട്ട്. കണ്ണൻ ഇവിടെ എങ്ങാൻ ഇരിക്കട്ടെ. തീരെ സ്റ്റാമിന ഇല്ല. ഇനി കുറച്ച് നടക്കാം. ഒരു ടയർ? അതല്ല, പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ.
ആ രാഘവ മാഷ് ആള് മഹാ ചീത്തയാ. അയാളുടെ ഒരു നോട്ടവും വർത്താനവും അയാളോട് മിണ്ടാനൊന്നും പോണ്ട. ഏയ് എന്താ ഇത്? അയാളൊരു പാവം. എന്റെ അപ്പൂപ്പൻ എന്നോട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. നല്ല അപ്പൂപ്പൻ. അതൊക്കെ വെറുതെ തോന്നുന്നതാ. ആള് പെശക. ഇങ്ങനെ എല്ലാരോടും കളിച്ചും ചിരിച്ചും തമാശ പറഞ്ഞ് നടക്കുന്നുണ്ട്. ദാ ഇപ്പൊ തന്നെ അന്നൊരാൾ അന്വേഷിച്ചു വന്ന് പ്രശ്നം ഉണ്ടാക്കിയില്ലേ, അതുപോലെ ആ മനോഹരൻ ആകെ ഇളകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ആരോടും സംസാരിക്കാൻ പോകണ്ട. തനിക്കിത് എന്ത് പറ്റി ഷാഹുൽ? വേണ്ട, എനിക്കത് ഇഷ്ടമല്ല. ഇന്ന് ആർച്ചിന്റെ തട്ടടിക്കാൻ എത്ര പേരുണ്ടായിരുന്നു? 12 പേരുണ്ടായിരുന്നു സർ. നാളെ അത് പോരാ, വർക്ക് തീരണ്ടേ? പറ്റുകയല്ല. നാളെ ഈ പണി മുഴുവൻ തീർക്കാനായിട്ട് കൂടുതൽ ഞാൻ കൊണ്ടേ പോകൂ. എന്നാ നിങ്ങൾ സൈറ്റിലോട്ട് വെക്കോ. ശരി സർ. നിങ്ങൾ ഇവിടുന്ന് പോകുന്നുണ്ടോ? ഞാൻ ബഹളം ഉണ്ടാക്കിയാലുണ്ടല്ലോ. എന്നാ ബഹളം ഉണ്ടാക്കടി. ആർക്കാ നടക്കട്ടെ, എനിക്കോ നിനക്കോ ബഹളം ഉണ്ടാക്കും. എന്താ പ്രശ്നം? അത് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ദേ, ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ്. വേറെ ആരും ഇതിൽ ഇടപെടണമൊന്നുമില്ല. അല്ല, ഇടപെടുന്നൊന്നുമില്ല. പക്ഷെ ഇതിനകത്തൊന്നും നല്ല വേണ്ട. ടീച്ചർക്ക് വേണമെങ്കിൽ ഫാദറിനോട് ചോദിച്ചു പുറത്തു പോകാല്ലോ. കുട്ടികളൊക്കെ കണ്ടാ എന്ത് വിചാരിക്കും? നീ ഇങ്ങോട്ട് പറയുന്നേ. എന്ത് വിചാരിക്കാൻ? ഞാനും എന്റെ ഭാര്യയുമായിട്ട് വഴക്കുണ്ടാക്കുകയാണെന്ന് വിചാരിക്കും. അത്രയല്ലേ ഉള്ളൂ. ഇതൊക്കെ ചോദിക്കാൻ താൻ ആരാടോ? ഇവിടുത്തെ ഗൂർക്കയോ? ഇത് എന്റെ പെണ്ണാ, ഞാൻ കല്യാണം കഴിച്ച പെണ്ണ്. കുടുംബകാര്യങ്ങളൊക്കെ സ്കൂളിന് പുറത്ത്. ടീച്ചർ ക്ലാസ് കഴിഞ്ഞ് പുറത്ത് വന്നിട്ട് മതി ബാക്കിയൊക്കെ. ചെല്. അല്ല, അതെങ്ങനെ ഓടോ. സോറി, ദേവി, ഇത് സ്കൂളിനകത്ത് വന്ന് നിങ്ങളുടെ ഫാമിലി പ്രോബ്ലംസ് ഒന്നും അലക്കി വെളുപ്പിക്കരുതെന്ന് ഹസ്ബൻഡിനോടൊന്ന് പറഞ്ഞേക്കണം. മിസ്റ്റർ ജീവൻ റോയ്, അത് എന്റെ ഹസ്ബൻഡ് അല്ല, എന്റെ ആരുമല്ല. പക്ഷേ കുറെ നാളായി അയാൾ എന്നെ, ഇയാൾക്ക് ടൗണിൽ വീഡിയോ റെക്കോർഡിങ്ങും കടയും ഒക്കെ ആയിരുന്നു. മ്യൂസിക് കോളേജിൽ ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ ലീഡർ ഞാനായിരുന്നുകൊണ്ട് പലപ്പോഴും റെക്കോർഡിങ്ങിന്റെ പേരും പറഞ്ഞ് അയാൾ കോളേജ് വന്നെന്നെ കാണുമായിരുന്നു. വെൽക്കം. ത്യാഗരാജ മ്യൂസിക് അക്കാദമി കോറൽ ഗ്രൂപ്പ് ആർട്ട് ലവ് വീഡിയോസിനു വേണ്ടി സ്നേഹപുരസരം സംഗീത പ്രേമികൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു ഗാനപൂർണിമ. നയിക്കുന്നത് കഴിഞ്ഞ 3 വർഷമായി കലാതിലകം പട്ടമണിഞ്ഞു വരുന്ന യുവ ഗായിക നിർമ്മല എസ് മേനോൻ. കമാൺ. എന്തായത്? ഈ വരവ് ശരിയായില്ല. കുറച്ചും കൂടി ഒരു മജ വരട്ടെ. ഒന്നുകൂടി പ്ലീസ്. നല്ല ചിരിച്ച് നന്നായിട്ട് സ്മൈൽ. ഓക്കെ, ഫന്റാസ്റ്റിക്.
പക്ഷി പാടി വസന്തങ്ങൾ വാഴും കാണാപ്പൂവിൻ തേനുമായി തിരുനീകുവാൻ വരുന്നു കടിഞ്ഞു പ്രതീക്ഷയാകുമാരോ മൽഹംസം കിനാവിന്റെ മായാലോകം തുറക്കുന്ന കൂട്ടിൽ ഇളം പ്രായമോഹം പോലെ നിഴൽ പക്ഷി പാടി. സത്യത്തില് ഒരു ബിസിനസ് എന്ന നിലയിലല്ല ഞാൻ ഇതിനെ കാണുന്നത്. അർഹിക്കുന്നവർക്ക് അംഗീകാരം കൊടുക്കാൻ ഞാനും എന്റെ ആർട്ട് ലവ് വീഡിയോസ് എന്നും മുൻപന്തിയിലുണ്ടാവും. ഈ അക്കാദമിയുടെ പേര് എന്റെ വീഡിയോ കാസറ്റ് പുറത്തു വരുമ്പോ വീഡിയോ ലവേഴ്സിനിടയിൽ നിറഞ്ഞു നിൽക്കും. ഷുവർ. ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും സംഗീതത്തിന്റെ വലിയൊരു ലോകമായിരിക്കും മിസ് നിർമ്മല മേനോന്റെ മുന്നിൽ തുറന്നു കിടക്കുക. ഫിലിം ഫീൽഡ് കുട്ടിയെ 2 കൈ നീട്ടി സ്വീകരിക്കും. ഷുവർ. മിസ്റ്റർ കുറുപ്പ്, ഞങ്ങളുടെ സ്ഥാപനത്തോട് കാണിക്കുന്ന താല്പര്യത്തിന് ഞങ്ങൾ എന്നും നന്ദിയുള്ളവരായിരിക്കും. ഇതിലെന്തോന്ന് നന്ദി. ഞാൻ എന്റെ കടമ നിർവഹിക്കുന്നു എന്ന് മാത്രം. കുഞ്ഞുനാൾ മുതലേ സംഗീതം എന്ന് വെച്ചാൽ എന്റെ വീക്ക്നെസ് ആണ്. ഇങ്ങനെ ഒരു കാസറ്റിന് പ്ലാൻ ചെയ്ത് തന്നെ ഒരൊറ്റ കാരണം കൊണ്ടാ. ഇതിപ്പോ എന്നേക്കായിരുന്നു മാർക്കറ്റില്? ഇൻ നോ ടൈം. ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച ആദ്യം. ഒരു ഫോർമാലിറ്റി കൂടെ ബാക്കി ഉണ്ടായിരുന്നു. റോയൽറ്റിയുടെ കാര്യം അതൊക്കെ നിങ്ങൾ നിർമ്മലയുമായിട്ട് തീരുമാനിച്ചാൽ മതി. ഗ്രൂപ്പിന്റെ ലീഡറും മെയിൻ സിംഗറും ഒക്കെ കുട്ടിയല്ലേ. ഞാനെന്താ വേറെ ഒരു പാറ്റനായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. മാഡം തന്നെ നോക്കിയാൽ മതി. അതൊക്കെ 20%. ഇറ്റ് ഇസ് എൻ അട്രാക്റ്റീവ് വൺ. കുട്ടി ഒന്നും ഒപ്പിടൂ. ജസ്റ്റ് എ ഫോർമാലിറ്റി. ഇവിടെ ഇവിടെ താങ്ക് യു. താങ്ക് യു. ഹലോ. ആ ഹോൾഡേ, വിളിക്കാം. ഹലോ. ഹലോ, മോളാണോ? നിങ്ങൾക്ക് ആരെയാ വേണ്ടത്? നിന്നെ തന്നെ. എന്റെ നിർമ്മലേ, ഈ ശബ്ദം നിനക്ക് ഇനിയും പിടികിട്ടിയില്ലേ? ഞാൻ ഭാസ്കരക്കുറുപ്പ്, ആർട്ട് ലവ് വീഡിയോസ്. മിസ്റ്റർ, ഫോണിൽ എന്തും പറയാവുന്നാണോ? നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? അറ്റാക്കിയല്ലേ നമ്മൾ തമ്മി കണ്ടല്ലേ പറ്റുള്ളൂ. അല്ല, നീ എപ്പോഴാ ഇങ്ങോട്ട് വരുന്നേ? ഞമ്മനെ കാർ അയക്കാം. സ്റ്റോപ്പ് യു ബ്ലഡി മൗത്ത്. തന്റെ ഒരു കാറ്. അയാളുടെ കരാറും വേണ്ട, കാസറ്റും വേണ്ട. റാസ്കൽ, ഇപ്പോഴേ തുടങ്ങിയ ശൃംഗാരം. അയാളുടെ വാചോടി കേട്ടപ്പോഴേ എനിക്ക് തോന്നിയതാ ഫ്രോഡാണെന്ന്. നമുക്കിത് പ്രിൻസിപ്പലിനോട് പറയാം. എന്നിട്ട് എന്ത് ചെയ്യാനാ? ഈ കോളേജ് മുഴുവൻ അറിയും. പ്രിൻസിപ്പൽ പോലീസിനെ വിളിക്കും. അവരും അവരുടെ ക്രോസ് ക്വസ്റ്റ്യൻസും. എനിക്ക് വയ്യടി. ഇതെങ്ങനെയെങ്കിലും ഒതുക്കണം. ഇതിപ്പോ 4 ആൾ അറിയാതെ എങ്ങനെ സെറ്റിൽ ചെയ്യുന്ന? എന്താ അയാളുടെ ഭാവം എന്നറിയട്ടെ. നാളെ നമുക്ക് അയാളെ ചെന്നൊന്ന് കാണാം. ഞാൻ വേണോ? നീ ചുമ്മാ വന്നാ മതിയടി. അയാൾക്കിപ്പോ റോയൽറ്റി വിട്ടുകിട്ടാനോ മറ്റാണെങ്കിൽ അതങ്ങ് സമ്മതിച്ചേക്കായിരുന്നു. അയാളുടെ ഒരു കുന്തം ഇവിടെ വേണ്ട. സ്കൗണ്ടർ. ആഹാ, വരൂ വരൂ. ഞാൻ ഇപ്പൊ വിചാരിച്ചതേ ഉള്ളൂ. എന്താ നിങ്ങളുടെ ഭാവം? ഫോണിലായതുകൊണ്ട് കൂടുതലൊന്നും ചോദിക്കാൻ പറ്റില്ല. അതിനെന്താ, ചോദിക്കാമല്ലോ. കുട്ടിക്ക് എന്താ വേണ്ടേ? കൂൾ ഡ്രിങ്ക്സോ? അതെ, ഞാനിവിടെ ശൃംഗരിച്ചോണ്ടിരിക്കാൻ വന്നതല്ല. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? വേണ്ടത് അതിപ്പോ നമ്മൾ തമ്മിൽ ഒരു കരാർ ഒപ്പിട്ടിരിക്കുക. എ മാരേജ് കോൺട്രാക്ട്. മാരേജ് കോൺട്രാക്ട്? വാട്ട് ഡു യു മീൻ? മോൾ എനിക്ക് ബ്ലാങ്ക് പേപ്പറിലാണ് ഒപ്പിട്ടതെന്ന്. ഇതിപ്പോ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് സെക്ഷൻ 10 അനുസരിച്ചുള്ള ഒരു മാരേജ് എഗ്രിമെന്റ് ആണ്. ഇതിനി മാറ്റണമെങ്കിൽ കുറഞ്ഞത് 2 വർഷമെങ്കിലും കഴിഞ്ഞേ പറ്റും. ഇതാ നോക്കിയേ, ഇവിടെ നിർമ്മല തന്നെയല്ലേ ഒപ്പിട്ടിരിക്കുന്നത്. ഇനി എന്ത് വേണോ എന്ന് നിർമ്മല അങ്ങ് തീരുമാനിച്ചാ മതി, അല്ലയോ? നിങ്ങളുടെ ഒരു എഗ്രിമെന്റ് തീർന്നല്ലോ. കീറി കളഞ്ഞോ? കുഴച്ചല്ലോ കൊച്ചേ. സാരമല്ല, ഞാൻ വേറൊരു കോപ്പി എടുത്തോളാം. വീണ്ടും എനിക്ക് 1 രൂപ നഷ്ടം. അത്രയല്ലേ ഉള്ളൂ. നിർമ്മലയ്ക്ക് വേണ്ടിയല്ലേ? നമുക്ക് പോവാം. മര്യാദയ്ക്ക് നിന്നാ നമുക്ക് 2 പേർക്കും കൊള്ളാം. എനിക്ക് തന്നെ കല്യാണം കഴിക്കാനൊന്നും അല്ല, ഒരു സഹകരണം, അത് മതി.
അതല്ല ഇഷ്യൂ ആക്കാനാണ് ഭാവമെങ്കിൽ നീ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? പണമാണോ? ആ കാസറ്റിന്റെ കാശൊന്നും ഞങ്ങൾക്ക് വേണ്ട, താൻ തന്നെ എടുത്തോ. ദോ കാശ് ഞാൻ അങ്ങോട്ട് തരും. ഈ ഭാസ്കര കുറിപ്പിന് ഇഷ്ടം തോന്നിയാൽ അങ്ങനെ. പരീക്ഷയ്ക്ക് പിന്നെ ഒരു മാസം ഉണ്ടായിരുന്നു. അതുവരെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ആരോടെങ്കിലും ഈ കാര്യം പറഞ്ഞാ അതിന്റെ ഫ്യൂച്ചറിനെ ബാധിക്കുമെന്ന് എനിക്ക് തോന്നി. ഒടുവില് പരീക്ഷ കഴിഞ്ഞതിന്റെ പിറ്റേന്ന് തന്നെ ഞാൻ വീട്ടിലേക്ക് പോയി. വീടെന്ന് പറയുമ്പോ അത് അച്ഛന്റെ ബിസിനസിന്റെ ഒരു അധോലോക. വീട്ടില് എന്നെ നിർത്താൻ പറ്റാത്ത അവസ്ഥ അച്ഛന്. അതുകൊണ്ട് ഞാൻ പറയേണ്ട താമസമേ ഉണ്ടായുള്ളൂ. എനിക്ക് ഈ ജോലിയും മേടിച്ചെന്നു. പിന്നെ കുറച്ചു നാളത്തേക്ക് അയാളുടെ ശല്യം ഉണ്ടായിരുന്നില്ല. ഏതോ കേസിൽ കുടുങ്ങിന്നോ ഷോപ്പ് പൂട്ടിന്നൊക്കെയാ കേട്ടത്. ഇപ്പൊ കൂടെ 10-100 ചോദിച്ചോണ്ട് അയാൾ വരും. ഇതുവരെ ആരോടും ഇതൊന്നും തുറന്നു പറയാൻ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോ മിസ്റ്റർ ജീവൻ റോയ് ഇത് നേരി കണ്ടതുകൊണ്ട്. ഇങ്ങനെ ഒരു എഗ്രിമെന്റിന് ഏതെങ്കിലും ഒരു കക്ഷിക്ക് താല്പര്യമില്ലെന്ന് വന്നാൽ ലീഗൽ വാലിഡിറ്റി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഇതിൽ അത്ര വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ ഈ പറഞ്ഞ ആള് ഇവിടൊക്കെ തന്നെ ഉണ്ടാവുമല്ലേ? അയ്യോ, കണ്ടത് നന്നായി. ചേട്ടൻ എന്ത് പറ്റി? ഇങ്ങനെ കിടക്കാതെ കാര്യം പറ. ശനി വന്ന് എന്റെ നിറയെ കയറിയിരിക്കുന്ന തോന്നുന്നത്. നിങ്ങളന്ന് ഓടിച്ചുവിട്ട് ആ കുറിപ്പില്ലേ, അയാളിതേ പിന്നെയും വന്ന് എന്റെ കൂടെ കൂടിയിരിക്കുക. അവൻ പിന്നെ എത്തിയോ? അതേന്നെ, നിങ്ങളുടെ ടീച്ചറിന്റെ കാര്യം രണ്ടിലൊന്നും അറിഞ്ഞാ പോകുള്ളൂ പറഞ്ഞ അയാൾ ഇരിക്കണേ. എന്റെ കാര്യം കഷ്ടത്തിലായത്. അവനപ്പൊ ഇവിടുന്ന് ഓടിക്കണം, അത്രയല്ലേ ഉള്ളൂ. ചേട്ടൻ വാ, നമുക്ക് ആലോചിക്കാം. മുണ്ടോ? ചേട്ടനില്ലേ? ആരാ? നമ്പറോ? ആ, കുട്ടപ്പൻ ചേട്ടൻ ഇന്ന് വരാൻ പറഞ്ഞിരുന്നു. ചേട്ടന്റെ കൂട്ടുകാരനാ. അടിക്കടി ഇവിടെ വരാൻ പറയാറുണ്ടോ? ഓ, ഇൻസ്റ്റാൾമെന്റ് ആണോ? അല്ല. അകത്തോട്ടിരിക്കെ, അവനിപ്പോ വരും. അല്ലേ, വേണ്ട, ചേട്ടൻ വരട്ടെ, ഞാൻ പിന്നെ വരാം. ചുമ്മാ ഇടുന്ന് തൊണ്ണ ഉറക്കാതെ അമ്മ വന്ന് കേറിക്കോളും. ഈശോ മിശിഹാ ഉണ്ടടി, കർത്താവ് എന്നെ പരീക്ഷിച്ചതാ. ഞാൻ കണ്ടതാ ചെകുത്താൻ, സാക്ഷാൽ ചെകുത്താൻ എന്റെ മുമ്പിൽ കൂടെ സൈക്കിളില്. ഇത് ഞാൻ എന്തോന്നായി പറയുന്നേ? പിന്നെ ചെകുത്താ സൈക്കിളിലല്ലേ? ചുമ്മാ കള്ളു അടിച്ചേച്ച്. എന്തോന്ന് കള്ള്? ഞാൻ കണ്ടതാടി, സാക്ഷാൽ ചെകുത്താൻ. അല്ലേ പിന്നെ എന്തിനാ കുരിശ് വരച്ചപ്പോ ഓടിപ്പോയത്? എന്റെ ഗീവറീസ് പുണ്യാളച്ചാ, എന്നെ ഇനിയും പരീക്ഷിക്കല്ലേ എന്റെ ഈശോയെ. ഹലോ ഹലോ. ഇതെന്താ ഇങ്ങനെ ഒരു മൈൻഡ് ഇല്ലാതെ? ടൗണിലേക്കാണെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വാ, താൻ തന്റെ വഴിക്ക് പോ. കൈ 2 കാലുള്ളപ്പോ എന്തിനാ തന്റെ ബൈക്ക്? ഞാൻ നടന്നു പൊക്കോളാം. കാലിനും കൈക്കും എല്ലാം കുഴപ്പമുണ്ടാവും. എന്താ നാടാ ഒരു പാവം പെണ്ണിനോട് നിന്റെ ഒരു വിരട്ടല്? ഷർട്ട് തൊട്ട് കളിക്കരുത്. എവിടെയാ എഗ്രിമെന്റ്? തന്റെ ആ വിവാഹ പ്രമാണം ഒന്ന് കാണാനാ. ഷർട്ട്
എന്നെ പിടിവിടണോ? അധികം ബലം പിടിക്കണ്ട. തന്റെ എല്ലിനെ ബലം കുറവാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ ഈ മുഖം മറച്ചുകൊണ്ടുള്ള പണിക്കിറങ്ങിയത്. എവിടെയാ പേപ്പർ? ഏത് പേപ്പർ? കയറാൻ വേണ്ടിയില്ല. ഞാൻ നടന്നു നോക്കണം പറഞ്ഞില്ലേ? ഇങ്ങോട്ടൊന്ന് പേപ്പർ തരാം തരാം തരാം. ഒരു 2000 റുപ്പീസ്. ഹലോ. ഹലോ. ഞാൻ ഇന്നലെ മിസ്റ്റർ ജീവനോട് വളരെ ഇമോഷണലായി എന്തൊക്കെയോ പറഞ്ഞു. പിന്നെ ഓർത്തപ്പോഴാ എന്തൊരു ഫൂളിഷ്നെസ് ഞാൻ കാട്ടിക്കൂട്ടിയത്. ഫൂളിഷ്നെസ് കാട്ടിയിട്ട് ഇനിയിപ്പോ അതേക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ഇതങ്ങ് തിരികെ വാങ്ങിച്ചു. ചെറിയൊരു വരട്ട്. മിസ്റ്റർ ജീവനോട് ഞാൻ എങ്ങനെയാ നന്ദി പറയേണ്ടത്? താങ്ക്സ് എ ലോട്ട് മിസ്റ്റർ ജീവൻ. അതെ, ഇപ്പൊ നന്ദിയൊന്നും പറയാൻ നിൽക്കണ്ട. അത്ര നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. എന്താ അത്? ഈ മിസ്റ്റർ എന്നുള്ള വിളിയൊന്ന് ഒഴിവാക്കണം. അത് ഈ ബോഡി ബിൽഡിങ്ങിനും മറ്റും കൊടുക്കുന്ന പട്ടം പോലുണ്ട്. ഓക്കേ, എഗ്രി. അതെ, ആ പേപ്പർ കൊണ്ട് ഇനിയും വല്ല ആവശ്യമുണ്ടോ? ഇതുകൊണ്ട് ഒരു ദോശ ഉണ്ടാക്കി തിന്നാനാ. നമ്മുടെ ചെയ്ത്ത് ആ കുറിപ്പിന് ശരിക്കും ഏറ്റെന്നാ തോന്നുന്നത്. നമുക്കിത് മിസ്സിനോട് പറയണോ? മിസ്സിന് സുഖമായിട്ട് കിട്ടിയിട്ട് വേണ്ടേ? ആ ആർക്കിടെക്ട് ഉണ്ടാവും സ്റ്റാഫ് റൂമിന്റെ മുമ്പിൽ വായി നോക്കി നിൽക്കാം. പിന്നെ എങ്ങനെയാ? മിസ്സിനിപ്പോ നമ്മളെല്ലാം വെറും പീക്കിരികളാ. ഫ്രണ്ട്സാന്നൊക്കെ പറഞ്ഞ് ഇത്ര നാളും കളിപ്പിക്കുകയായിരുന്നു. അവന്റെ ഒരു നടപ്പും സ്റ്റൈലും. സൽമാൻ ഖാൻ എന്ന ഭാവം. മേനെ പ്യാർ കിയാ. ദേ വരുന്നുണ്ട്. മൈൻഡ് വേണ്ട. എന്താ എല്ലാരും കൂടെ? നിങ്ങൾക്ക് ഇത് എന്തു പറ്റി? ഷാഹുലേ, എന്താ ഇങ്ങനെ? നിങ്ങളൊക്കെ ചേർന്ന് ആ കുറിപ്പിനെ ഒന്ന് ഒതുക്കിയല്ലേ? കുട്ടപ്പൻ പറഞ്ഞു. ഓ, ഇനിയൊരു താങ്ക്സ് കൂടി പറഞ്ഞാ തീർന്നല്ലോ. എന്തു പറ്റി? നിങ്ങളൊക്കെ എപ്പോഴും എന്റെ നല്ല ഫ്രണ്ട്സ് അല്ലേ? ദേ, 2 ദിവസമായിട്ട് ഞാൻ ആകെ അപ്സെറ്റ് ആയിരുന്നു. ഇനി ഒന്ന് റിലാക്സ് ചെയ്യണം. നിങ്ങളുടെ കൂടെ കൂടുമ്പോഴാ എന്തിനൊരു ത്രില്ലൊക്കെ ഉള്ളത്. ടിങ്കു, എന്തെങ്കിലും ഒരു പ്രോഗ്രാം പറ. ഐസ്ക്രീം. സ്ഥിരം ആ ഒരു പരിപാടി ഉള്ള തലയില് ഫ്രഷ് ഐഡിയ വരട്ടെ. വേറെപ്പ എന്താ? മാർക്കറ്റിൽ പോകാം, പച്ചക്കറിയൊക്കെ വാങ്ങിക്കാം. ഞാൻ പറയാം. നാളെ എന്താ ദിവസം? സാറ്റർഡേ. ഞാൻ നിങ്ങളുടെ വീട്ടിലൊക്കെ പറഞ്ഞ് പെർമിഷൻ വാങ്ങിക്കുന്നു. നമ്മളൊക്കെ ചുമ്മാ ഇങ്ങനെ ചുറ്റിക്കറങ്ങാൻ പോകുന്നു. എവിടെ? അത് സസ്പെൻസ്. ദേ, മഞ്ജുനെ വിളിക്കണം. മദന നിരുമിഴികളിലെ ചിമിഴിലൊളിയുമ്പോ അവനിട്ട നൂൽപാലമേറുന്നു ഞാനും. ഇല്ലില്ലതില്ലില്ല മേലിൽ
അത്തിപ്പഴത്തിൻ ഇളനീർ ചുരത്തും മുത്തം കൊതിക്കുന്നു ഞാനെന്നുമെന്നും കണ്ണാങ്കുറിഞ്ഞി മിന്നാമിനുങ്ങി മിഴിമയിലു നടമാടും ഇളമയുടെ പൂമാറിൽ ഞാൻ എന്റെ പൂത്താലി ചാർത്തും. അത്തിപ്പഴത്തിൻ ഇളനീർ ചുരത്തും മുത്തം കൊതിക്കുന്ന പൂവിൻ കവിൾപ്പൂ. സുമശരനൊരിള മനസ്സു മലരിതളിലാക്കി മണിവില്ലഞ്ചമ്പിലൊന്നാക്കേറ്റി അത് വന്നുകൊണ്ടെന്റെ ഉള്ളം മുറിഞ്ഞു മുറിവുകളിലേതോ കരസുഖമറിഞ്ഞു. ആ പൊൻകിനാവെന്നു പൂക്കും അത്തിപ്പഴത്തിൻ ഇളനീർ ചുരത്തും മുത്തം കൊതിക്കുന്ന പൂവൻ കവിൾപ്പൂ. കണ്ണാരു പൊത്തും കയ്യാരു കെട്ടും മിഴിമയിലു നടമാടും ഇളമയുടെ പൂമാറിൽ ഞാൻ എന്റെ പൂത്താലി ചാർത്തും. അത്തിപ്പഴത്തിൻ ഇളനീർ ചുരത്തും മുത്തം കൊതിക്കുന്ന പൂവിൻ കവിൾപ്പൂ. ജീവിതത്തില് നമ്മൾ എന്തൊക്കെയോ വേഷങ്ങൾ കിട്ടുന്നു, ഏതൊക്കെയോ തരത്തിൽ അഭിനയിക്കുന്നു. പക്ഷെ ഇതൊന്നുമല്ല നമ്മൾ. ഈ ഫിലോസഫി ഒന്നും എന്റെ അല്ല കേട്ടോ, ഖലീൽ ജിബ്രാനാ കോപ്പിറൈറ്റ്. എന്നെ നിങ്ങൾ എങ്ങനെ കാണുന്നുവോ അതൊന്നുമല്ല ഞാൻ. എന്റെ അകത്തൊരു ഞാനുണ്ട്, നിശബ്ദനായി ആർക്കും സ്പർശിക്കാനാവാതെ ഒരു ഞാൻ. ഈ പറഞ്ഞതൊക്കെ ജീവനെ പറ്റി തന്നെയാണോ? എന്താ? അല്ല, ഈ ആർക്കും സ്പർശിക്കാനാവാത്ത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിച്ചതാ. അയ്യോ, ആർക്കും ഒന്നുമില്ല കേട്ടോ. ഞങ്ങളുടെ ഓർഫനേജിലെ ഡയറക്ടർ സ്ഥലം മാറിപ്പോയ ഒഴിവിലാണ് ഫാദർ പവലിയോസ് അവിടെ വരുന്നത്. അതാണ് എന്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ്. അച്ഛന് പുറമേ ബഹളവും കടമ്പിടുത്തവും ഒക്കെ ഉണ്ടെങ്കിലും സ്നേഹിക്കുന്ന ഒരു ഹൃദയം ഉള്ളിലുണ്ട്. റിയലി ഐ എം വെരി മച്ച് ഒബ്ലൈസ്ഡ് ടു ഹിം. എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു 5 വർഷം, പിന്നെ സ്റ്റേറ്റ്സിൽ, ഇപ്പതാ ഇവിടെ. എനിക്ക് എന്നെ കുറിച്ച് ഒന്നുമില്ല പറയാൻ. പറയാനുള്ളത് ഒറ്റ വാക്കാണ്, ബിഗ് സീറോ, വട്ടപൂജ്യം. ഹലോ. ആ നിമ്മി, ഇതാ എന്റെ ഫ്രണ്ട് അലക്സ് ചെറിയ. ഹലോ. ഹലോ. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ അവനോടൊപ്പം താമസം. പേയിങ് ഗസ്റ്റ് അല്ല, നോൺ പേയിങ്. വരുന്നോ? ഞാൻ വേണേ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട. കേരള ഞാൻ കൊണ്ടുവിടാവുന്നേ അല്ലേ? ദേ, ഒരുമാതിരി കട്ട്റൂമിന്റെ അപ്പാപ്പനാവൻ വന്നാലുണ്ടല്ലോ. ആ ചെല്ലിയല്ലോ. ഓക്കേ. വാ. അയ്യോ, മനോരേട്ടൻ. തിരിച്ചു വിട്ടാലോ, ഇന്ന് പെട്ടത് തന്നെ. ടിക്കറ്റ് അവിടെ. അല്ല, മനോരേട്ടനോ? ഞങ്ങൾ എവിടെയൊക്കെ തിരക്കി. ഊതല്ലേ, നിങ്ങളോട് ഏൽപ്പിച്ച കാര്യം എന്തായി? അതിനല്ലേ ഞങ്ങൾ അന്വേഷിച്ചത്. ആ കത്ത് അന്ന് തന്നെ കൊടുത്തു. ടൂറിന് പോകുമ്പോ മിസ് മനോരേട്ടനെ പറ്റി ചോദിച്ചു. അന്ന് രാവിലെ ഞാനത് കണ്ടായിരുന്നു. നല്ല ബോർഡിലായിരുന്നു കക്ഷി. ഇത്തവണ ഞങ്ങള് പൊലിപ്പിച്ചു പറഞ്ഞിരിക്കുക, ചെലവ് ചെയ്യണം. ഇവൻ എപ്പോ നോക്കിയാലും ചെലവിന്റെ കാര്യമല്ലാതെ ആദ്യം മറുപടി കിട്ടട്ടെ. ആ, ഓ, അതൊക്കെ ഉടനെ കിട്ടുന്നേ. എഴുതാൻ കുറച്ച് സമയമൊക്കെ വേണ്ടായോ? മനോരേട്ടൻ ചെല്ല്. ഈ മറുപടിയുടെ കാര്യം ഒരു പ്രശ്നമാവൂ? ഏയ്, അതൊന്നുമില്ല. ഒരു കത്ത് നമ്മൾ എഴുതുന്നു, അത് മനോരേട്ടൻ അറിയാതെ മുറിയിലേക്ക് ഇടുന്നു. എപ്പോ? ഇന്ന് തന്നെ.
എന്റെ അയ്യോ. ഓടിക്കണേ. ന്യൂ ഇയർ ചിക്കൻ ദിൽകുഷ്. ചിക്കൻ ദിൽകുഷ്. ദിൽകുഷ്. ഓ വെന്തിട്ടേ ഇല്ല, മരം പോലെ ഇരിക്കുന്നു. ഓൾഡ് ചിക്കനാ. ഓൾഡ് ഈസ് ഗോൾഡ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞോട്ടെ, അപ്പോഴറിയാം. മസാല ഒക്കെ പാകത്തിനല്ലേ ഭവാനി? ഇറച്ചിയുടെ കാര്യത്തിൽ എനിക്ക് എന്തെങ്കിലും കണക്ക് തെറ്റിയിട്ടുണ്ടോ? എന്തോ ഒരു മണം. എന്താ എന്താ ഇത് ടീച്ചർ പടിയില്ല. വന്നാൽ ഇങ്ങനെ രണ്ടുപേര് വന്നിരുന്നു പറയാം. സ്ഥലം വിട്, സ്ഥലം വിട്. എന്നതാ അടുപ്പത്ത്? അതെ, ഈ തുണിയൊക്കെ ഒന്ന് പുഴുങ്ങുക. വല്ലപ്പോഴും തുണി ഒന്ന് പുഴുങ്ങി ഇലക്കിയില്ലെങ്കിലേ മനസ്സിന് ഒരു സമാധാനം കാണുകയല്ല. അതാ. ആഹാ, എന്നാ ഇതും കൂടെ പുഴുങ്ങിയാലോ? എന്താ ഈ കുറുക്കന്നിട്ട് പിള്ളേര് എന്താ ഡാലിങ് നോക്കി നിൽക്കുന്നേ? എന്റെ കയ്യിൽ പാചകമില്ലേ? അയ്യോ, കണ്ടോ പഴം തുണി. ഡാലിങ് കൊണ്ട് കളയോ? ഒന്ന് നിർത്തിക്കേ. ഏയ് ടിങ്കു, ഇങ്ങ് വന്നേ. ഉച്ചയ്ക്ക് വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയല്ലേ? ഓ, മിസ്സിനെ അന്വേഷിച്ച് വന്നപ്പോ അവർക്ക് എന്തൊരു ജാടാ. എന്ത് ജാടാ? അവിടെ കയറി തോന്നിയാസം കാണിച്ചിട്ട് അതും ഇതും പറയുന്നോ? നീ എന്താ വിചാരിച്ചേ? ഞാൻ താമസിക്കുന്ന വീടാന്ന് അറിഞ്ഞൂടെ? പൊക്കോ, എല്ലാരും ഉണ്ടല്ലോ. വിട്ടോ. കൊറേ ചീത്ത കേട്ടെന്ന് അതും പറഞ്ഞ് ചെത്തിയൊരു പോക്ക്. എല്ലാരും ഉണ്ടല്ലോ. ഉണ്ടെന്ന് ഇപ്പോഴെങ്കിലും ഓർത്തല്ലോ. മറ്റവന്റെ അവിടെ പണി തീരാത്ത വീട്ടിൽ പോയി ഇരിക്കട്ടെ. നമ്മളൊക്കെ ഇപ്പൊ വെറും ഇസ്പേർഡ്. ഇത്തവണ ക്രിസ്മസ് ഒന്ന് മിന്നിക്കണം എന്ന് വിചാരിച്ചതാ. എല്ലാം മൂടും പോയി. ഇങ്ങനെ ഒരാളെ നമ്മൾ കണ്ടിട്ടുമില്ല, പരിചയപ്പെട്ടിട്ടുമില്ല. അങ്ങനെ കരുതിയാ മതിയടാ. ഇവിടുത്തെ പണികൾ കഴിഞ്ഞ എറണാകുളത്ത് ഒരു കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങാനാ എന്റെ പ്ലാൻ. പറ്റിയ ഈ ന്യൂ ഇയർ തന്നെ. അപ്പോ ഏറി വന്ന 1 മാസം. ആ, അതോടെ ജീവൻ ഇവിടുന്ന് പോവും അല്ലേ? പോകാതെ പറ്റില്ലല്ലോ. ദേ, അതിനു മുമ്പ് പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർത്തു. പിന്നെ എന്നെ കിട്ടിയെന്ന് വരില്ല. താൻ ഇത്ര പെട്ടെന്ന് അങ്ങ് തണുത്തോ? തന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എവിടെ പോവാനാ? ഇതൊക്കെ പറയാൻ കൂടിയിട്ടാ ഇങ്ങനെ സൗകര്യമായിട്ട് ഞായറാഴ്ച ഞാൻ സംഘടിപ്പിച്ചത്. എന്താ രണ്ടാളും കൂടെ ഇവിടെ? ജീവനെ പള്ളിയിലും കണ്ടില്ലല്ലോ. അല്ല, ഞാൻ ഇവിടുത്തെ വർക്ക്സ് ഒക്കെ ഒന്ന് പ്ലാൻ ചെയ്യാലോ എന്ന് വിചാരിച്ച് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ നോക്കിയപ്പോ രാവിലെ കോൺവെന്റിൽ കയറിയപ്പോ ഇവിടെ കണ്ടപ്പോ. അതെ, കോൺവെന്റിൽ കയറിയപ്പോ എങ്ങനെയാ ഇവിടെ കാണണേ? അതല്ല. അല്ല, എന്താ തന്റെ ഭാവം? ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാ ഫാദർ ഞാനിതൊക്കെ അറിഞ്ഞു തുടങ്ങിയിട്ട് കുറെ കാലായിടോ. എത്രത്തോളം പോകുന്നറിയാലോ. ഇത് തുടരാൻ ഈ സ്ഥാപനത്തിൽ ഞാൻ അനുവദിക്കില്ല. എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ തുടരാൻ ഞാൻ അനുവദിക്കില്ല എന്ന് എനിക്കിത് തന്നോട് പറയാം. കാരണം തന്റെ അപ്പനും അമ്മയൊക്കെ ഞാനാ. പക്ഷേ ടീച്ചറിന്റെ കാര്യത്തില് അങ്ങനെയല്ലല്ലോ. ഫാദർ, ജീവന്റെ കാര്യത്തില് ഫാദറെങ്കിലുണ്ട്. പക്ഷേ എന്റെ കാര്യത്തില് എന്റെ അച്ഛനും അമ്മയും ഒക്കെ ഞാൻ തന്നെ. ഞാൻ എവിടെയാണ്, സുഖമായിട്ടിരിക്കണുണ്ടോ, എന്തൊക്കെയാണ് ആവശ്യങ്ങൾ ഒക്കെ ഞാൻ തന്നെ എന്നോട് അന്വേഷിക്കാം. ഞാൻ തന്നെ എന്നോട് മറുപടിയും പറയാം. യെസ്, ഐ ആം ദാറ്റ് അൺലക്കി ഗേൾ. എന്റെ സങ്കടപ്പം അതല്ല. നിങ്ങളിങ്ങനെ രണ്ടുപേരും കറങ്ങി നടന്നാലേ ഇത് ഏതാ മാസം എന്നറിയോ? ഏതാ? ഡിസംബർ. ഇത് നീട്ടി വെക്കാൻ പറ്റുമോ? ക്രിസ്മസ് നീട്ടി വെക്കാൻ പറ്റുമെന്ന്. നിറയെ നക്ഷത്രങ്ങളൊക്കെ ആകാശത്ത് അങ്ങനെ ഉദിച്ചു നിൽക്കുന്ന സമയാ. ഭൂമിയിലേക്ക് മാലാകമാര് ഇറങ്ങി വരും, പുഞ്ചിരിക്കും. വല്ല വിചാരം ഉണ്ടോ ജീവ നിനക്ക്? ഇനി എന്തൊക്കെ പണികളാ ഇവിടെ കിടക്കണേ. സ്നേഹം മഴ പോലെയോ മഞ്ഞു പോലെയോ ജീവൻ? മഴ പോലെയും മഞ്ഞു പോലെയും. അതിപ്പോ എന്നിൽ പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ഞാനാണ്, നിന്റെ ജീവൻ. ഈ മഞ്ഞ് എപ്പോഴാ തീരുക? ക്രിസ്മസ് കഴിഞ്ഞോട്ടെ, എന്നിട്ട് വേണം നമുക്ക് ഈ ഒളിച്ചുകളി മതിയാക്കാൻ. എന്നിട്ട് നക്ഷത്രങ്ങളുടെ കൂടാരത്തിലേക്ക് നമുക്ക് പോകാം. അവിടെ നമ്മെ കാത്ത് ഒരുപാട് മാലാഹ കുഞ്ഞുങ്ങളുണ്ടാവും. നമ്മളും നക്ഷത്രങ്ങളും 1000 മാലാഹ കുഞ്ഞുങ്ങളും. അറിയാം,
എന്നെ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കുന്ന കാര്യമാണ് നിങ്ങൾ ആലോചിക്കുന്നത്. എന്നാലേ തൽക്കാലം അത് നടപ്പില്ല. കുസൃതി കാട്ടുമ്പോ എന്നെ കൂടെ വിളിച്ചുകൂടായിരുന്നോ? നിങ്ങളുടെ കൂടെ ഏത് കാര്യത്തിനാ ഞാൻ ഇന്നുവരെ ഇല്ലാതിരുന്നത്? ഓ, മിസ്സിനിപ്പൊ ഞങ്ങളോട് നടക്കാൻ എവിടെയാ സമയം? നിങ്ങൾ തരുന്ന സ്നേഹം എപ്പോഴും എന്റെ മനസ്സിലുണ്ട്. അത് കൈമോശം വന്നൊന്ന് കണ്ണിന് തോന്നുന്നുണ്ടോ? മിസ് ഇപ്പൊ വല്ലാതെ മാറിയിട്ടുണ്ട്. ടിങ്കുനെ ഞാൻ വഴക്ക് പറഞ്ഞോണ്ടാ? എന്നാലേ ഇതാ, ഇത് എന്റെ വക ഒരു പ്രസന്റ്. ഇത് ടിങ്കുന്. ഇത് ജിജോയ്ക്ക്. ഏയ് തുറന്നു നോക്ക്. ആ ദേ, ഇത്തവണ ക്രിസ്മസ് എന്റെ വകയാ. നമുക്ക് കലക്കണം. വേണ്ട ഫാദർ. അല്ലടാ തോട്ടക്കാരനാ. അല്ല അത് ഫാദറാ. എത്ര രൂപ പറ്റ്? അച്ഛൻ തന്നെയാ. എന്താ ഇപ്പൊ വേണ്ടത്? ഞങ്ങൾ ഫാദറിനെ ഇൻവൈറ്റ് ചെയ്യാൻ വന്നതാ. എന്താ കല്യാണം വലുതായി? കോളനിയിലെ ക്രിസ്മസ് ആഘോഷത്തിനാ. ഇവിടെയുണ്ട് കുറെ പ്രോഗ്രാംസ് ഒക്കെ. ഫാദർ വരണം. കോളനിയിൽ എല്ലാരും ചേർന്ന സെലിബ്രേഷൻ. ആട്ടെ, ഞാനൊന്ന് ചുറ്റിക്കറങ്ങി വരാൻ നോക്കാം. നിങ്ങളിപ്പോ ചെല്ല്. താങ്ക് യു ഫാദർ. അച്ഛോ, ഒരു റോസാപ്പൂ പറിച്ചോട്ടെ? ഓടിയാണ്. ആ, കർത്താവിന്റെ മുമ്പിൽ വെക്കാൻ വരെ ഇവിടെ പൂവ് തികയണില്ല. അപ്പളാ അവളുടെ തലയിൽ വെക്കാൻ പൂവ്. കുഴപ്പമില്ല. കോളനിയിൽ എല്ലാരും ചേർന്ന് ക്രിസ്മസ് ഗംഭീരമാക്കാനാ പ്ലാൻ. മനോഹരന്റെ സഹായം വേണം. മനോഹരനാ ക്രിസ്മസ് അപ്പൂപ്പന്റെ ചാർജ്. ഇനിയിപ്പോ ടൈയൊന്നും കേട്ടാ ഓടണ്ട കേട്ടോ. അപ്പൊ ഉഴപ്പല്ലേ, കാര്യങ്ങളൊക്കെ ബാക്കി കിടക്കുക. പോട്ടെ. ആന്റി വാ, വല്ലതും കഴിച്ചിട്ട് പോയാൽ മതി. ആന്റി വാ, ആന്റി വാ. വാ, നല്ല കഴിക്ക്. അങ്ങോട്ട് ഇരിക്കാം. പിന്നെ എന്താണ് ഇന്നത്തെ ദിവസം? ഒറ്റ പേക്ക് കഴിച്ചിട്ടുള്ളൂ, 4 പേക്ക് ഒഴിച്ചിരുന്നത് മാത്രം. വേണ്ട വേണ്ട. ഹലോ ഫാദർ. ഹലോ. പുൽക്കൂട. ഫൈൻ. നമ്മൾ ഇന്നലെ കണ്ടു നോക്കിയാൽ എത്ര ക്രിസ്മസ് കഴിഞ്ഞു. ഹാപ്പി ക്രിസ്മസ്. നോക്കിയേ, അതാരടാ? ആരാണ്? ഓ, അയ്യോ. ദേ, ഞാനെടുത്ത് കഴിച്ചോളാം. അയ്യോ, ഇയാളല്ലേ അന്ന് സിമന്റ് കമ്പി? തമ്പി 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 ഇവിടെ പോയി. കമ്പി
എടോ തമ്പി അല്ലല്ലോ കമ്പി. നിക്ക്. ഹലോ. ഹലോ സുന്ദരി നീയും സുന്ദരൻ. എങ്ങോട്ടാ? അല്ല ഞാനിപ്പോ പോടാ അങ്ങോട്ട്. വായിലും മാത്യുഷ കാണാം. ഞാൻ വരട്ടെ. പോട്ടെ. ഇല്ലില്ല. വരട്ടെ. ഹലോ ഹലോ. നല്ല ആളാ. ലേറ്റ് ആയില്ലേ? അതെ. ക്രിബ് കാണണ്ടേ? അവിടെയാ? വാന്നേ. കം കം വാന്നേ. എങ്ങനെയുണ്ട് ഞങ്ങളുടെ സെലിബ്രേഷൻ? എല്ലാവരും വന്നിട്ടുണ്ട്. അല്ല അങ്ങോട്ടല്ലേ? അത് പിന്നെ എന്താ? എല്ലാവരും ഒക്കെ ഒന്ന് കാണട്ടെന്നേ. എന്തിനാ? ഇന്ന് സുന്ദര കുട്ടപ്പനായിട്ടല്ലേ വരവ്? അയ്യോ. ആ ഇതാണ് ഞങ്ങൾ ഉണ്ടാക്കിയ ക്രിബ്. നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതാ? ആ കൊള്ളാവോ? എടുത്തോട്ടെ. ഏയ് ആന്റി, ഇത് മിസ്റ്റർ ജീവൻ റോയ്. നമസ്കാരം. ഹലോ. എന്താ എന്താ ഒരു ചമ്മല്? അതെ, ഇന്ന് അലക്സിന്റെ വീട്ടില് ഞങ്ങൾ പഴയ ഫ്രണ്ട്സിനൊക്കെ ഒരു ആഘോഷമുണ്ട്. എനിക്ക് പെട്ടെന്ന് പോകണം. ഓ പിന്നെ ഒരു ആഘോഷം. കേക്ക് മുറിച്ചിട്ട് പോയാ മതി. അയാൾ ആരാ ഇങ്ങോട്ട് വിളിച്ചത്? മിസ് ആയിരിക്കും. ഇത് ശരിയാവില്ല. വല്ലാത്ത പ്രോബ്ലം ആണല്ലോ അയാള്. നീ ടെൻഷൻ അടിക്കാതെ. ഹാപ്പി ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി മെരി ക്രിസ്മസ്, ഹാപ്പി ഹാപ്പി ക്രിസ്മസ്, മെരി മെരി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. പോകാന്നേ. ഹാപ്പി ക്രിസ്മസ്. ഇവിടെ എന്ത് രസാ. അലക്സിനെ ഒന്ന് മോൻ കാണിച്ച് തിരിച്ചു വരുമോ? പൂവപ്പറമ്പനെ അറിയാലോ. ഇനി തിരിച്ചു വരുന്നാലും സംശയ. എന്നാ ഞാൻ ഇനി പോവാ. ഹാപ്പി ക്രിസ്മസ്. ജീവൻ, ഞാനും വരുന്നു. വെറുതെ ഒന്ന് കറങ്ങിച്ചു വരാം. ചുമ്മാ രസം. അല്ല അത് വണ്ടി വിട്. അയ്യോ. അയ്യോ.
വല്ലതും പറ്റിയോ? പറ്റാതിരിക്കോ? കിടക്കുന്ന കിടപ്പുണ്ടല്ലേ മിക്കവാറും. പേടിച്ചു പോയോ നിങ്ങള്? നക്ഷത്രങ്ങൾ കാണാൻ പോയതിന് കിട്ടിയതാ, സാരല്ല. അയ്യേ, എന്താ എല്ലാരും കൂടെ ഇങ്ങനെ? എനിക്കൊന്നുമില്ലെന്നേ. ജീവനും ഒന്നും പറ്റിയിട്ടില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. എന്താ ഷാഹുൽ, ടിങ്കു എന്താ? നമുക്കെല്ലാം മിസ്സിനോട് പറയാം. മിസ്, നിങ്ങളെ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു. നല്ല ആൾക്കാരാ. പെട്ടെന്നാ തോന്നിയത് പോയേക്കാന്ന്. ആ കൂടി വല്ലാത്തൊരു ടെൻഷൻ. ഇവിടെ നിങ്ങൾക്കിടയിൽ ഓടിച്ചാടി നടന്നപ്പോ എല്ലാ പ്രോബ്ലംസും ഞാൻ മറന്നിരിക്കുകയായിരുന്നു. ഒരുപാട് സ്നേഹം നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ആരും കരുതിയില്ലല്ലോ. മിസ്, ഞാൻ എന്തിനാ കരയുന്നത്? നിന്റെ ആ ചൊടിയും ചൊടിയൊക്കെ എവിടെ? എന്നും നല്ല സ്മാർട്ടായിരിക്കണം, നന്നായി പഠിക്കണം. പോണ്ട, പോവാൻ ഞാൻ സമ്മതിക്കില്ല. എന്താ ഇത് ഷാഹുൽ? പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. എവിടെയായാലും നിങ്ങളെയൊക്കെ ഞാൻ ഓർക്കും. പോട്ടെ.